അങ്ങനെ അതിഥിയിലേക്ക് പോവുകയാണ് അല്ലെ. വരുമോ ഇല്ലയോ എന്ന് ആരൊക്കെയോ മെസ്സേജ് അയച്ചു. മറ്റേ മോഹൻലാൽ വരുമോ ഇല്ലയോ എന്നുള്ളൊരു തമാശ എനിക്ക് ഇട്ടിട്ടാണ് ചോദിച്ചിരുന്നത്. അഡ്വക്കേറ്റ് ശങ്കുട്ടിദാസ് വരുമോ ഇല്ലയോ? വന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ശങ്കുട്ടിദാസ് നമസ്തേ, സുപ്രഭാതം. നമസ്കാരം. അപ്പോ സർക്കാരിലേക്കാണ് ഇപ്പോൾ ഫോക്കസ് മുഴുവൻ. എന്ത് പറയും, എങ്ങനെ പറയും, ഇനിയൊന്ന് മാറ്റി പറഞ്ഞാൽ പഴയത് എങ്ങനെ ഒന്ന് പറഞ്ഞു നിൽക്കും എന്നുള്ളത്. അങ്ങയുടെ ആദ്യത്തെ ഒബ്സർവേഷൻസ് ഒന്ന് പറഞ്ഞാട്ടെ. ഇന്നലത്തെ കേസിന്റെ പ്രൊസീഡിങ്സ് മുഴുവൻ കണ്ടു. നോക്കൂ, അയ്യപ്പസ്വാമി വളരെ കൃത്യമായി ഈ കാര്യത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളൊരു സംഭവമാണ് ഇന്നലെ സുപ്രീം കോടതിയിൽ ഉണ്ടായത്. അതായത് കേരള സർക്കാർ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു അധ്യായമാണ് ശബരിമലയിലെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി കേസിൽ സർക്കാർ മുൻപ് സ്വീകരിച്ചിട്ടുള്ള നിലപാട്. ആ നിലപാട് അയ്യപ്പ ഭക്തർക്കും ശബരിമല ക്ഷേത്രത്തിനും അയ്യപ്പസ്വാമിയുടെ ആചാര അനുഷ്ഠാനങ്ങൾക്കും 100% എതിരായിട്ടുള്ള നിലപാടായിരുന്നു. നൂറ്റാണ്ടുകളായി ശബരിമലയിൽ തുടർന്നു വരുന്ന അയ്യപ്പസ്വാമിയുടെ ബ്രഹ്മചര്യവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അനുഷ്ഠാനങ്ങൾ പാടില്ല. അത് ഭരണഘടനാ വിരുദ്ധമാണ്, അത് സ്ത്രീ വിരുദ്ധമാണ്, അത് പുരുഷാധിപത്യ സമൂഹത്തിന്റെ താല്പര്യങ്ങൾക്ക് അനുസൃതമാണ്. അതുകൊണ്ട് അത് പരിഷ്കരിക്കപ്പെടണം. അത് പരിഷ്കരിക്കേണ്ടത് ഒരു അടിയന്തര നവോത്ഥാന ആവശ്യമാണ് എന്നതായിരുന്നു കേരള സർക്കാർ 2020 വരെയെങ്കിലും വളരെ കൃത്യമായി തുടർന്നു വന്നിരുന്ന ഒരു നിലപാട്. എന്നാൽ അതിനുശേഷം ഉണ്ടായിട്ടുള്ള വലിയ തിരിച്ചടി, പ്രത്യേകിച്ച് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20 19 സീറ്റുകളിലും പരാജയപ്പെടുന്ന സാഹചര്യമൊക്കെ ആ നിലപാട് താൽക്കാലികമായെങ്കിലും ഒന്ന് മരവിപ്പിച്ച് നിർത്താൻ, അത് തുടരുന്നത് മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കാൻ സർക്കാരിനെ നിർബന്ധിച്ചിട്ടുള്ള ഒരു ഘടകമായിരുന്നു. ഇപ്പൊ സർക്കാർ പറയാൻ ആഗ്രഹിക്കാത്തൊരു കാര്യമാണ് ഞങ്ങൾ യുവതീ പ്രവേശനത്തിനെ അനുകൂലിച്ചിരുന്നു എന്നുള്ള കാര്യം. ഇപ്പോഴത്തെ വാദത്തിൽ പോലും പുനഃപരിശോധനാ ഹർജികൾ വാദത്തിനെടുക്കുന്ന സമയത്ത് കേരള സർക്കാർ നിലപാട് മാറ്റിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ഇപ്പൊ മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം പുനഃപരിശോധനാ ഹർജികൾ അനുവദിക്കേണ്ടതുണ്ട്, പഴയ വിധി പുനഃപരിശോധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. പക്ഷേ നോക്കൂ, അതിലൊരു തമാശ നോക്കി നോക്കൂ. സർക്കാർ പഴയ നിലപാട് പറയരുത്, പുതിയൊരു നിലപാട് സ്വീകരിക്കണമെന്ന് ആഗ്രഹിച്ചപ്പോൾ പോലും അവരുടെ അഭിഭാഷകനിലൂടെ അറിയാതെ പഴയ നിലപാട് ഇന്നലെ ആവർത്തിക്കപ്പെട്ടു. ഇന്നലെ കേസ് വാദത്തിനെടുത്ത സമയത്ത് കേരള സർക്കാരിനെ പ്രതിനിധീകരിച്ചിട്ടുള്ള ജയദീപ് ഗുപ്ത എന്ന് പറയുന്ന അഭിഭാഷകൻ വാദത്തിന്റെ ഭാഗമായി ആദ്യം പറഞ്ഞ വാചകം, യുവർ ഓണർ, ഞങ്ങൾ ഇത്രയും കാലം ഈ യുവതീ പ്രവേശനത്തെ അനുകൂലിക്കുന്ന ഒരു സമീപനമാണ് എടുത്തിരുന്നത്. പുനഃപരിശോധനാ ഹർജികൾ അനുവദിക്കേണ്ടതില്ല എന്നതായിരുന്നു ഞങ്ങളുടെ നിലപാട്. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ നിലപാട് മാറ്റുകയാണ് എന്നാണ്. ശരിക്കും അദ്ദേഹത്തിന് അങ്ങനെ പറയേണ്ട ആവശ്യം പോലും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് പുനഃപരിശോധനാ ഹർജികൾ അനുവദിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. ആ നിലപാട് വിശദമായി ബോധിപ്പിക്കാൻ, അഫിഡവിറ്റ് ഫയൽ ചെയ്യാൻ ഞങ്ങൾക്ക് സമയം തരണം എന്ന് മാത്രം പറഞ്ഞാൽ മതി. പക്ഷെ അദ്ദേഹത്തിന് ഒരു നാക്കുവേല സംഭവിക്കുന്നത് പോലെ ഇൻവോളണ്ടറി ആയിട്ട് അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിന്ന് അദ്ദേഹത്തിന്റെ പഴയ നിലപാട് പറഞ്ഞു പോകുന്നത് പോലെ അദ്ദേഹം പറയാണ്, ഇതുവരെയും ഞങ്ങൾ ഇങ്ങനെയൊരു നിലപാടല്ല സ്വീകരിച്ചിട്ടുള്ളത്, പക്ഷെ ഇനി അങ്ങോട്ട് ഞങ്ങൾ ഒരു പുതിയ നിലപാട് സ്വീകരിക്കാൻ പോവാണെന്നുകൊണ്ട് ആ ചരിത്രം കൃത്യമായി മാർക്ക് ചെയ്യുന്ന പോലെ വളരെ ചെറിയൊരു പ്രൊസീഡിംഗ് ആണ് ഇന്നലെ ഉണ്ടായത്. ഏതാണ്ട് 5 മിനിറ്റ് മാത്രം നീണ്ടു നിന്നിട്ടുള്ള ഒരു വാദമാണ് ഇന്നലെ ഉണ്ടായിട്ടുള്ളത്. അതായത് 9 അംഗ ബെഞ്ചിനെ നമ്മൾ ഇത് പരിശോധിക്കാൻ വേണ്ടിയിട്ട് ചുമതലപ്പെടുത്തി. സുപ്രീം കോടതിയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു ഭരണഘടനാ ബെഞ്ചിന്റെ വിധിയെ പുനഃപരിശോധിക്കാൻ സുപ്രീം കോടതി തീരുമാനിക്കുന്നത്. അങ്ങനെ പുനഃപരിശോധിക്കുന്നതിന് വേണ്ടി അതുമായി ബന്ധപ്പെട്ട പ്രിൻസിപ്പൾസ് ഫോർമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വിശാല ബെഞ്ച്, ഒരു 9 ബെഞ്ചർ, ഒരു 9 അംഗ വിശാല ബെഞ്ചിനെ രൂപീകരിക്കാനൊക്കെ സുപ്രീം കോടതി തീരുമാനിക്കുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാവുന്ന സുപ്രീം കോടതിയിലെ സ്റ്റാറ്റസ് എന്താണെന്ന് വെച്ചാൽ, ഈ പുനഃപരിശോധനാ ഹർജികൾ പരിഗണിച്ച് അതിൽ തീർപ്പാക്കുന്നതിന് മുൻപ് 9 പ്രധാനപ്പെട്ട പ്രിൻസിപ്പൾസിന്റെ മുകളിൽ കോടതി തീരുമാനമെടുക്കണം. 9 അംഗ ബെഞ്ച് ഈ 9 പ്രിൻസിപ്പൾസ് ഫോർമുലേറ്റ് ചെയ്യും. ആ പ്രിൻസിപ്പൾസിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ശബരിമലയിലെ പുനഃപരിശോധനാ ഹർജികൾ തീരുമാനിക്കുക എന്നുള്ളതാണ്. ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 2019 ഇങ്ങനെ ഒരു 9 അംഗ ബെഞ്ച് ഉണ്ടാക്കാൻ തീരുമാനിച്ചത്. ആ ബെഞ്ചിലെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള സൂര്യകാന്ത് മിശ്ര അല്ലാതെയുള്ള ബാക്കി എല്ലാ ആളുകളും വിരമിച്ചു കഴിഞ്ഞു. സൂര്യകാന്ത് മിശ്ര മാത്രമാണ് ഓൺലി എക്സിസ്റ്റിംഗ് ജഡ്ജ് ഇൻ ദ ബെഞ്ച്. അദ്ദേഹത്തിന്റെ കൂടി കാലാവധി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ 9 അംഗ ബെഞ്ച് ഇല്ലാണ്ടായി പോകും. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഈ ബെഞ്ചിനെ ഇപ്പൊ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടില്ലെങ്കിൽ, പുതിയ 9 അംഗ ബെഞ്ച് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ പിന്നീട് ഈ പറയുന്ന വാദം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തൊരു സാഹചര്യം വരും. അപ്പൊ ഈ ഒരു ടെക്നിക്കൽ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ ബെഞ്ച് അസംബിൾ ചെയ്തിട്ടുള്ളത്. ഇപ്പൊ സംഭവിക്കാൻ പോകുന്നത്, പുതിയ 9 അംഗ ബെഞ്ചിനെ ഡിസൈഡ് ചെയ്യും. ആ ഡിസൈഡ് ചെയ്യുന്നതിന്റെ തീയതികൾ, അതിന്റെ ടൈം ലൈൻ, വാദം കേൾക്കുന്ന കാലാവധിയും മറ്റും തീരുമാനിക്കും എന്നുള്ളതാണ്. ഇവിടെ ഇപ്പോ ഇന്നലെ പറഞ്ഞിട്ടുള്ളത്, എല്ലാ ബന്ധപ്പെട്ട കക്ഷികളും അവർക്ക് പറയാനുള്ള വാദങ്ങൾ മാർച്ച് 14 എഴുതി സമർപ്പിക്കണം. ആ മാർച്ച് 14 എഴുതി സമർപ്പിക്കുന്ന
വാദങ്ങളുടെ മേലെ മാർച്ച് 15 മുതൽ മാർച്ച് 18 വരെയുള്ള സമയം 3-4 ദിവസങ്ങളിൽ കോടതി വാദം കേൾക്കും. അതിനുശേഷം വളരെ വേഗത്തിൽ തന്നെ തീർപ്പ് പറയുന്നുള്ളതാണ്. ഇവിടെ കേന്ദ്ര സർക്കാർ വളരെ കൃത്യമായിട്ട് ഒരു അർത്ഥശങ്കയ്ക്കും ഇടയില്ലാത്തവണ്ണം, ഒരു സംശയത്തിനും പഴുതില്ലാത്തവണ്ണം അവരുടെ നിലപാട് പറഞ്ഞു. സോളിസിറ്റർ ജനറൽ ആയിട്ടുള്ള തുഷാർ മേത്ത എന്ന് പറഞ്ഞു, യുവതീ പ്രവേശനം അനുവദിച്ചുകൊണ്ടുള്ള വിധി പുനഃപരിശോധിക്കണം എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട്. ഇത് തന്നെയായിരുന്നു ഞങ്ങളുടെ പഴയ നിലപാട്. 2018 ഞങ്ങൾ പറഞ്ഞിട്ടുള്ള ഇത് തന്നെയാണ്. അതായത് ഈ വിധി പുനഃപരിശോധിക്കേണ്ടതാണ്, ഈ വിധി ശരിയായിട്ടുള്ള വിധിയല്ല, ഈ വിധിയിൽ തെറ്റുകളുണ്ട്, അതുകൊണ്ട് അടിയന്തരമായിട്ട് ഇത് പുനഃപരിശോധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. അവിടെ കൺവിക്ഷൻ ഉണ്ട്. കാരണം എന്താ വെച്ചാൽ മനസ്സിലൊന്നും പറയുന്നത് ഒന്നുമാണ് എന്നുള്ള പ്രശ്നം അവിടെ ഇല്ല. മനസ്സിലുള്ള കാര്യം തന്നെയാണ് അതുപോലെ പറയുന്നത്. അതുകൊണ്ടാണ് ഒരു കൺഫ്യൂഷനും ഇല്ലാണ്ട് അദ്ദേഹം പറയുന്നത് ഇത് പുനഃപരിശോധിക്കണം എന്നാണ് ഞങ്ങളുടെ ഇന്നലത്തെ നിലപാട്, ഇന്നത്തെ നിലപാട്, നാളത്തെ നിലപാട്. പക്ഷേ ഇപ്പുറത്തേട്ട് വരുമ്പോ പ്രശ്നമാണല്ലോ ശ്രീ ശങ്കുട്ട. അല്ല അതല്ല രസമല്ലേ, ഞാനൊരു പോയിന്റ് ഓർമ്മിക്കായിരുന്നു ശങ്കുവേട്ട. അതായത് ഈ 4 വോട്ടിന് വേണ്ടി നിലപാട് മാറ്റുന്നവരല്ല എന്നൊക്കെ പറഞ്ഞ് വാട്സപ്പ് സ്റ്റാറ്റസുകൾ ഒരുപക്ഷെ ഇപ്പോഴും അഭിനവ സഖാക്കളുടെ ഒക്കെ കയ്യിലുണ്ടാവും. പഴയ മതിലിന്റെ ബാക്കിയുണ്ടോ എന്ന് കൂടി നോക്കണ്ട. നവോത്ഥാന മതിൽ എന്തൊക്കെ ബഹളായിരുന്നു, അതിന്റെ കോടികൾ, എനിക്കൊന്ന് കോടികൾ തട്ടാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു എനിക്ക് ഇപ്പം ഒരു തോന്നുന്നേ. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, വീണ്ടും നമ്മൾ ഈ വിഷയത്തിലേക്ക് വരുമ്പോൾ ഇന്നലെ പി രാജീവ് പറഞ്ഞത്, ഒരു ഭാഗത്ത് പരിഷ്കൃതമായിട്ടുള്ള മൂല്യങ്ങൾ ഞങ്ങൾ ഉയർത്തിപ്പിടിക്കും, മറുവശത്ത് വിശ്വാസ സമൂഹത്തെയും ഞങ്ങൾ ചേർത്ത് പിടിക്കും. ശങ്കുട്ട, ഇത് രണ്ടും എങ്ങനെയാ ഒന്ന് ബാലൻസിങ് ആയിട്ട് കൊണ്ടുവരാൻ സർക്കാരിന് കഴിയുക? ഒരു നിയമവിദഗ്ധൻ എന്ന നിലയ്ക്ക് അങ്ങ് എന്ത് ഔട്ട്ഫിറ്റ് ആയിരിക്കും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കുന്നത്? നോക്കൂ, സർക്കാരിന് ഈ കാര്യത്തിൽ വിശ്വാസി സമൂഹത്തിന്റെ അഭിപ്രായങ്ങൾ പരിഗണിച്ചുകൊണ്ട് വിശ്വാസങ്ങൾക്ക് അനുസൃതമായിട്ടൊരു അഫിഡവിറ്റ് കൊടുക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു. അവർക്കത് താല്പര്യമില്ല. അവരുടെ പ്രഖ്യാപിത നിലപാടാണത് കാണിക്കുന്നത്. നമ്മൾ ഈ ശബരിമല കേസിന്റെ പ്രൊസീഡിങ്സ് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, നമുക്ക് 2004 ഈ ഹർജി ആദ്യമായിട്ട് സുപ്രീം കോടതിയിൽ വന്നു. ആദ്യമായിട്ട് കേരള സർക്കാർ ഒരു അഫിഡവിറ്റ് കൊടുക്കേണ്ട ഘട്ടത്തിൽ ഇവിടെ ഇടതുപക്ഷത്തിന്റെ സർക്കാരാണ് ഉണ്ടായിരുന്നത്. VS അച്യുതാനന്ദൻ മിനിസ്ട്രിയാണ് ഉണ്ടായിരുന്നത്. 2006 തൊട്ട് 2011 വരെ ഭരിച്ചിട്ടുള്ള VS അച്യുതാനന്ദൻ മന്ത്രിസഭ ഉണ്ടായിരുന്നു. ആ മന്ത്രിസഭ ശബരിമലയിലെ വിശ്വാസങ്ങൾക്ക് എതിരായിട്ടുള്ള അഫിഡവിറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. ശബരിമലയിൽ നിലനിൽക്കുന്നത് ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ആചാരമാണ്, ആചാരങ്ങൾ പരിഷ്കരിക്കേണ്ടതാണ് എന്നാണ് സർക്കാരിന്റെ നിലപാട് എന്ന് പറഞ്ഞു. അതിനുശേഷം 2011 സർക്കാർ മാറിയതിനു ശേഷം ഉമ്മൻചാണ്ടിയുടെ സർക്കാർ വന്നപ്പോൾ അഫിഡവിറ്റ് മാറ്റി കൊടുത്തു. അതായത് ശബരിമലയിൽ നിലനിൽക്കുന്ന ആചാരങ്ങൾ അതുപോലെ തന്നെ നിലനിൽക്കട്ടെ, അവിടെ എന്തെങ്കിലും തരത്തിലുള്ള പരിഷ്കരണം വേണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം പിണറായി വിജയന്റെ മന്ത്രിസഭ വന്നതിന് ശേഷം വീണ്ടും സർക്കാരിന്റെ അഫിഡവിറ്റ് തിരുത്തിയിട്ട് പുതിയ അഫിഡവിറ്റ് കൊടുക്കുക ചെയ്തു. സുപ്രീം കോടതി വാദം കേൾക്കുന്ന ഘട്ടത്തിൽ സുപ്രീം കോടതിയുടെ പരിഗണനയിൽ അപ്പോൾ ഉണ്ടായിരുന്ന കേരള സർക്കാരിന്റെ അഫിഡവിറ്റ് വിഡ്രോ ചെയ്തുകൊണ്ട് ജയദീപ് ഗുപ്ത പറഞ്ഞു, ഞങ്ങൾ അഫിഡവിറ്റ് വിഡ്രോ ചെയ്തിട്ട് ഞങ്ങൾ പുതിയ അഫിഡവിറ്റ് കൊടുക്കുക എന്ന് പറഞ്ഞു. അന്ന് സുപ്രീം കോടതി സർക്കാരിനെ രൂക്ഷമായിട്ട് വിമർശിച്ചു. ഒരു സർക്കാരിന് ഒരു ഉറച്ച നിലപാട് വേണം, ഓരോ സമയത്ത് നിലപാട് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കാൻ പറ്റില്ല. ഇതിപ്പോ 3ാമത്തെ അഫിഡവിറ്റ് ആണ് നിങ്ങൾ ഫയൽ ചെയ്യേണ്ടത്, ഇനി നിങ്ങൾക്ക് അഫിഡവിറ്റ് ഫയൽ ചെയ്യാൻ ഞങ്ങൾ അവസരം തരില്ല, നിങ്ങളുടെ വാദം എന്താണെന്ന് വെച്ചാൽ ഓർലി പറഞ്ഞാൽ മതി, ഞങ്ങളത് റെക്കോർഡ് ചെയ്യാം, ഇനി ആ വാദത്തിന് മടങ്ങി പോകാൻ പറ്റില്ല എന്നാ പറഞ്ഞത്. അങ്ങനെ ജയദീപ് ഗുപ്ത സുപ്രീം കോടതിയിൽ വാദം നടക്കുന്ന സമയത്ത് സർക്കാരിന്റെ നിലപാടായിട്ട് ഓറലി കോടതിയിൽ പറഞ്ഞത് എന്താണ്? ശബരിമലയിൽ നിലനിൽക്കുന്ന ആചാരങ്ങൾ പരിഷ്കരിക്കണം, അവിടെ 10 വയസ്സിനും 50 വയസ്സിനും ഇടയ്ക്കുള്ള സ്ത്രീകൾക്ക് പ്രവേശനം കൊടുക്കണം, അവിടെ നിലനിൽക്കുന്ന ആചാര പദ്ധതികൾ അട്ടിമറിച്ചുകൊണ്ട് അവിടെ എല്ലാവർക്കും പ്രവേശനമുള്ള, എല്ലാ സമയത്തും പ്രവേശനമുള്ള ഒരു സാധാരണ ക്ഷേത്രമായിട്ട് ശബരിമലയെ മാറ്റണം, ശബരിമലയ്ക്ക് ഇപ്പോൾ ഉള്ള എല്ലാ തരത്തിലുള്ള പ്രത്യേകതകളും ഇല്ലാതാക്കണം എന്ന് സുപ്രീം കോടതിയിൽ സർക്കാർ വാദിച്ചു. ആ വാദം, ജയദീപ് ഗുപ്തയുടെ വാദം ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റിൽ പോലും കോട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ വീണ്ടും ഒരു നിലപാട് മാറ്റാൻ വരികയാണ്. ഇപ്പൊ സുപ്രീം കോടതി അതിനെ എങ്ങനെ സ്വീകരിക്കുന്നുള്ളത് കാരണം 4ാമത്തെ വട്ടം ഒരു സർക്കാർ ഒരു വിഷയത്തിന്റെ മുകളിൽ നിലപാട് മാറ്റുകയാണ്. പക്ഷെ ഇവരെങ്ങനെ ഇപ്പോ രാഷ്ട്രീയപരമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ കൊണ്ട്, കാരണം ഇവിടുത്തെ പ്രശ്നം എന്താ വെച്ചാൽ മാർച്ച് 14 മുമ്പ് വാദം കേൾക്കുമെന്ന് പറഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടായിരിക്കും ഈ വാദങ്ങൾ ഉണ്ടാവുക. ആ നിലപാട് സുപ്രീം കോടതിയിൽ ശബരിമല കേസിൽ എടുക്കുന്ന നിലപാട് ഏപ്രിൽ മാസത്തിൽ നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിനെ തീർച്ചയായിട്ടും സ്വാധീനിക്കും. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിൽ ഒരു തിരിച്ചടി ഉണ്ടാവാണ്ടിരിക്കാനുള്ള ഒരു അടവ് നയം എന്നുള്ള രീതിയിൽ മാത്രമാണ് ഇപ്പൊ ശബരിമലയിലെ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് എടുക്കുന്നു എന്നൊരു പ്രതീതി ഇവർ ജനിപ്പിക്കുന്നത്. ഞാൻ വിചാരിക്കുന്നത് സർക്കാരിന്റെ ആഗ്രഹം ഈ കേസിന്റെ വാദം ഏപ്രിലേക്ക് ശേഷം നീട്ടിക്കൊണ്ടു പോകണം. ഇത് പരമാവധി ഡിലേ ചെയ്യിക്കാൻ, ഇത് പരമാവധി നീട്ടിക്കൊണ്ടു പോകാനുള്ള പരിശ്രമം സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാവും. മാർച്ച് 14-നകം ഇവർ വാദങ്ങൾ എഴുതി കൊടുക്കില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ വാദങ്ങൾ കൊടുക്കാൻ സമയം നീട്ടി വേണം എന്ന് പല കക്ഷികൾ ആവശ്യപ്പെടുന്നത് നമ്മൾ കണ്ടു. സുപ്രീം കോടതി ഇത് അനുവദിച്ചിട്ടില്ല. ഒരുപക്ഷെ ഇത് ഏപ്രിലിലേക്ക് ശേഷമാണ് പോകുന്നതെങ്കിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് പോകുന്നതെങ്കിൽ, അപ്പൊ ഇപ്പോഴുള്ള സാഹചര്യമായിരിക്കില്ല, രാഷ്ട്രീയമായിട്ടുള്ള കമ്പൽഷൻസ് കുറവായിരിക്കും. അപ്പോൾ ഒരുപക്ഷെ ഇവർ ശരിയായിട്ടുള്ള ഇവരുടെ സ്വന്തം നിലപാടിലേക്ക് മടങ്ങി വന്നേക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോ അവർക്ക്
അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കാൻ കഴിയാത്ത അവസ്ഥ അയ്യപ്പസ്വാമിയായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ്. അതിലൊക്കെ വിശ്വാസി സമൂഹത്തിന്റെ വിജയമാണ്. കാരണം ഇത്രയും വലിയ ആർജവത്തോടു കൂടി സംസ്ഥാനത്തെ വിശ്വാസി സമൂഹത്തെ മുഴുവൻ വെല്ലുവിളിച്ചുകൊണ്ട് പുത്തരിക്കണ്ടം മൈതാനിയിൽ നിന്നുകൊണ്ട് ആചാരങ്ങൾ പരിഷ്കരിച്ചിട്ടാണ് ഈ സമൂഹം മുന്നോട്ട് വന്നിട്ടുള്ളത് എന്നൊക്കെ പ്രസംഗിച്ചിരുന്ന ഒരു സർക്കാരിനെ കൊണ്ട് ഇപ്പോ ഇങ്ങനെ ഒരു എന്താ പറയാ ഒരു നിലപാട് തിരുത്തലിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ അയ്യപ്പ വിശ്വാസികളുടെ സമൂഹം ഒരു ശക്തമായിട്ടുള്ള സമൂഹമാണെന്നും അത് സർക്കാരുകളെ കൊണ്ട് പോലും മാറ്റി ചിന്തിക്കാൻ ശേഷിയുള്ള സമൂഹമാണെന്നും അത് കേരളത്തിന്റെ രാഷ്ട്രീയത്തെ തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള ഒരു സമൂഹമാണെന്നുള്ള ഒരു ഉറച്ച വിളംബരമാണ്, ഒരു വലിയ പ്രഖ്യാപനമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ്, ഈ ഘട്ടത്തിൽ രണ്ട് കാര്യങ്ങളോ. ഒന്ന്, വളരെ പെട്ടെന്ന് പണ്ട് VS സർക്കാർ ഒരു മുൻകൂർ ജാമ്യം എന്നുള്ള നിലയിലോ അല്ലെങ്കിൽ ഒരു അടവെന്നുള്ള നിലയിലോ ഒരു കമ്മീഷൻ എന്നുള്ളൊരു നിർദ്ദേശം മുന്നോട്ട് വച്ചിരുന്നു. ഹിന്ദു പണ്ഡിതരും സാമൂഹ്യ പരിഷ്കർത്താക്കളും അടങ്ങുന്ന ഒരു കമ്മീഷൻ രൂപവൽക്കരിച്ചിട്ട് ആ കമ്മീഷൻ ഇത് പഠിക്കട്ടെ എന്നൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു. ഞാൻ കണ്ട ചില വാർത്തകൾ അനുസരിച്ചാണെങ്കിൽ ഈ ഒരു കമ്മീഷന്റെ മറവിൽ ഇപ്പോൾ പിണറായി സർക്കാർ പലവട്ടം പല വേദികളിൽ VS സർക്കാരിനെയും VSനെയും തള്ളിപ്പറഞ്ഞവരാണെങ്കിലും ഇപ്പോൾ ഒരിക്കൽ കൂടി VS ഇവരുടെ രക്ഷയ്ക്കെത്തുമോ, ഇതിന് പിന്നിൽ ഒളിച്ച് തൽക്കാലം തടി കഴിച്ചിലാക്കാൻ ശ്രമിക്കുമോ എന്നുള്ളതാണ് ഒന്ന്. അത് കഴിഞ്ഞാൽ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. മന്ത്രി P രാജീവ് പറഞ്ഞു ഇന്നലെ അത് ഈ കമ്മീഷൻ അത് കേവലം ഒരു അടവ് മാത്രമാണ്. അതായത് സർക്കാരിന്റെ താല്പര്യം എന്താണ്? ശബരിമലയിലെ യുവതീ പ്രവേശനം നടത്തണം എന്നുള്ളതാണ്, നിലനിൽക്കുന്ന ആചാരം പരിഷ്കരിക്കണം എന്നുള്ളതാണ്. എന്നാൽ അത് തങ്ങളായിട്ടാണ് ചെയ്തത് എന്ന് വന്നാൽ അത് ഉണ്ടാക്കുന്ന പൊളിറ്റിക്കൽ ഡാമേജ് പരിഹരിക്കാൻ വേണ്ടിയിട്ട് അവർ മറ്റൊരു വഴിയിലൂടെ അത് ചെയ്യാണ്. ഒരു പണ്ഡിത സഭ രൂപീകരിക്കുക എന്നാണ് പറയുന്നത്. ഈ പണ്ഡിത സഭയിലെ അംഗങ്ങളെ തീരുമാനിക്കുന്ന ആരായിരിക്കും? അത് പൂർണ്ണമായിട്ട് സർക്കാർ തന്നെയായിരിക്കും തീരുമാനിക്കുക. അല്ലാണ്ട് വിശ്വാസി സമൂഹത്തിന്റെ പക്ഷത്തു നിന്നുള്ള ആളുകളെ ഞാനൊന്ന് ഇടപെട്ട് പറഞ്ഞോട്ടെ, ആ വ്യാജ ചെമ്പോല തിട്ടൂരത്തിന്റെ ആശാരൊക്കെ ആയിരിക്കും ചിലപ്പോ ഈ പണ്ഡിത സമൂഹത്തിൽ വരാൻ സർക്കാരിനൊപ്പം നിൽക്കുന്ന, സർക്കാർ എന്ത് പറഞ്ഞാലും അതിനനുസരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ കൂട്ടിക്കൊണ്ടുള്ള ഒരു സംവിധാനം ഉണ്ടാക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ഇവരുടെ അഭിപ്രായം, സർക്കാരിന്റെ അഭിപ്രായം ഈ പണ്ഡിത സഭയുടെ അഭിപ്രായമായി പറയിക്കും. എന്നിട്ട് അത് നടപ്പാക്കി കഴിഞ്ഞാൽ അതിന്റെ ബ്ലെയിം സർക്കാരിന് ഏറ്റെടുക്കേണ്ട ബാധ്യത വരില്ല. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ പറയും ഞങ്ങളല്ലല്ലോ, വിശ്വാസ സമൂഹത്തിന്റെ ഭാഗമായിട്ടുള്ള പണ്ഡിത സഭയെന്നെ അല്ലേ അത് പറഞ്ഞത് എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു പണ്ഡിത സഭയെ രൂപീകരിക്കാനുള്ള അധികാരം വിശ്വാസി സമൂഹത്തിന് കൊടുക്കുവോ? ഇതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതോ സർക്കാർ ഏകപക്ഷീയമായിട്ടായിരിക്കും തീരുമാനിക്കുക? ഇവർ നവോത്ഥാന സഭ ഉണ്ടാക്കിയത് പോലെയാണോ ഈ സഭ ഉണ്ടാക്കാൻ പോകുന്നത് എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. രണ്ടാമത്തെ കാര്യം, അങ്ങനെ ഒരു സഭ ഉണ്ടാക്കാനാണെങ്കിൽ, അങ്ങനെ ഒരു അഭിപ്രായ സമന്വയം നടത്താനാണെങ്കിൽ സർക്കാരിന് ഇതുവരെ സമയം ഉണ്ടായിരുന്നില്ലേ? 2018 സെപ്റ്റംബറിൽ വിധി വന്നിട്ട് ഈ 2026 ഫെബ്രുവരിയിൽ പുനഃപരിശോധനാ ഹർജികൾ സ്വീകരിക്കുന്നത് വരെയുള്ള 6 മാസക്കാലം എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സഭ ഉണ്ടാക്കുന്ന കാര്യം സർക്കാർ ആലോചിക്കാതിരുന്നത്? സർക്കാരിന് ആ കാര്യത്തിൽ എന്തെങ്കിലും ഒരു താല്പര്യം ഉണ്ടെങ്കിൽ, അതായത് യുവതീ പ്രവേശനം അനുബന്ധിച്ചുകൊണ്ടുള്ള വിധി വന്നപ്പോൾ അത് ഏകപക്ഷീയമായിട്ട് ധാർഷ്ട്യത്തോടു കൂടി നടപ്പാക്കുന്നതിന് പകരം ഒരു സമന്വയത്തിന് വേണ്ടിയിട്ട് ആ സമയത്ത് ഒരു സഭ ഉണ്ടാക്കുകയും ആ സഭയുടെ അഭിപ്രായങ്ങൾ ആരാഞ്ഞുകൊണ്ട് ഇത് എങ്ങനെ നടപ്പാക്കാം, എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് ചോദിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഇത്രയും വലിയ സംഘർഷങ്ങളോ ഇത്രയും വലിയ കലാപങ്ങളോ ഇല്ലാണ്ട് ഈ കാര്യം നടത്താൻ സാധിക്കായിരുന്നു. അപ്പൊ ഇതൊക്കെ കേവലം എന്താണ്, കൈകൊണ്ട് എടുക്കുന്നതിന് വരെ സ്പൂൺ കൊണ്ട് എടുക്കുന്ന പോലത്തെ ഒരു പണിയാണ് സർക്കാർ പറയുന്നത്. ഞങ്ങളായിട്ട് ചെയ്യുന്നില്ല, ഞങ്ങളെ പണ്ഡിത സഭയെ കൊണ്ട് ചെയ്യിക്കാം എന്ന് പറയുന്നത് പോലത്തെ ഒരു വാദമായിട്ട് നമുക്ക് അതിനെ കാണാൻ സാധിക്കുള്ളൂ. അതിൽ എന്തെങ്കിലും നിലപാടുള്ളതായിട്ട് തോന്നുന്നില്ല. റൈറ്റ്. ഇനി അങ്ങ് പറഞ്ഞു തുടങ്ങി വെച്ച ഒരു കാര്യത്തിലേക്ക്, അയ്യപ്പ സ്വാമിയുടെയും അയ്യപ്പ ഭക്തരുടെയും വിശ്വാസികളുടെയും ഒരു ശക്തി, കരുത്ത് എന്ന് പറയുന്നതിലേക്ക് നോക്ക്. ഇതിന്റെ ടൈം ലൈൻ ഒന്ന് പരിശോധിക്കാൻ വളരെ രസകരമാണ്. 2019 ഈ യുവതീ പ്രവേശനത്തെ അനുകൂലിച്ച സർക്കാർ നിലപാട് ഈ ഇടതുപക്ഷ മുന്നണിക്കും പിണറായി വിജയനും എതിരെ ആഞ്ഞടിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിച്ചു. പിന്നീട് ഇങ്ങോട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അതിൻ്റെ ക്ഷീണം മറന്നു, അല്ലെങ്കിൽ കോവിഡിൽ മുക്കി, അല്ലെങ്കിൽ കിറ്റിൽ മുക്കി രക്ഷപ്പെട്ടു. വീണ്ടും 2025 ആകുമ്പോഴേക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്നു. അതിനു മുന്നേ ഒരു ആഗോള അയ്യപ്പ സംഗമമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ഇതാ പൊട്ടുന്നു. അവിടെ നിന്ന് സ്വർണം കിലോ കണക്കിന് കടത്തി കൊള്ള ചെയ്തു, മറിച്ചു വിറ്റു എന്നുള്ള വാർത്ത വരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാവുന്നു. അതിനുശേഷവും അതിൻ്റെ അന്വേഷണം ഞങ്ങൾ കൃത്യമായി നടത്തുന്നു എന്ന് പറഞ്ഞ് വഴിതിരിച്ചു വിടാൻ തുടങ്ങുമ്പോൾ ഇതാ വീണ്ടും പൊട്ടിത്തെറിക്കുന്നു. ഈ നടത്തിയ ആഗോള അയ്യപ്പ സംഗമത്തിലെ കണക്ക് സർവത്ര കുഴപ്പമാണെന്ന് പറഞ്ഞിട്ട് ആർക്ക് എത്ര കൊടുത്തു, എത്ര കോടി ചെലവാക്കി, ഹൈക്കോടതിക്ക് കൊടുത്ത് ഉറപ്പ് പാലിച്ചിട്ടുണ്ടോ, എവിടെ നിന്നൊക്കെ കാശ് കൈപ്പറ്റി, സർവത്ര വൈരുദ്ധ്യം. ഓഡിറ്റ് പറയുന്നത് ഒന്ന്, ദേവസ്വം ബോർഡ് പറയുന്ന ഒന്ന്, മന്ത്രി പറയുന്ന വേറൊന്ന്, സർക്കാർ പറയുന്നത് വേറൊന്ന്. അത് തീർന്നു എന്ന് പറഞ്ഞ് വിചാരിക്കുമ്പോൾ, അല്ലെങ്കിൽ അതിലെ പയറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ഇതാ വരുന്നു പറയൂ നിലപാട് എന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതിയിൽ നിന്ന്. അയ്യപ്പൻ നന്നായി പരീക്ഷിക്കുകയാണോ ശങ്കുട്ടി ദാസ്?
അയ്യപ്പസ്വാമി ഇവരുടെ കഴുത്തിന് പിടിച്ചിരിക്കുകയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. മൂപ്പര് ആ പിടി വിടാൻ ഉദ്ദേശിച്ചിട്ടേ ഇല്ല. അന്ന് ചെയ്തിട്ടുള്ള ഓരോ പ്രവർത്തിക്കും, ഓരോ വിശ്വാസിയുടെ മനസ്സ് വേദനിപ്പിച്ചിട്ടുള്ള ഓരോ നടപടിക്കും എണ്ണി എണ്ണി കൂലി പറയിപ്പിച്ചിട്ടേ, എണ്ണി എണ്ണി സമസ്താപരാധം ഏത്തടിച്ചിട്ടേ ഇവരെ വിടുള്ളൂ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. നമുക്ക് ഒന്നിനു പുറകെ ഒന്നായിട്ട് ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് സർക്കാരിനെ പ്രതിരോധത്തിലാക്കുകയാണ്. ഇവരിതിൽ നിന്ന് എങ്ങനെയെങ്കിലും തലയുയരാൻ ശ്രമിക്കുമ്പോഴും ഒരിക്കലും മുങ്ങാൻ തയ്യാറാവാതെ ഏറ്റവും സജീവ വിഷയമായിട്ട് കേരള രാഷ്ട്രീയത്തിന്റെ മുകളിൽ അയ്യപ്പസ്വാമി ഇങ്ങനെ വിരാജിച്ച് നിൽക്കുകയാണ്. ഇപ്പോ വിശ്വാസികൾക്ക് ഉണ്ടാക്കിയിട്ടുള്ള മനോവേദനയുടെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് അയ്യപ്പ സംഗമം ഉണ്ടാക്കാന്ന് വിചാരിച്ചത്. അയ്യപ്പ സംഗമം ഇപ്പൊ അതിനേക്കാൾ വലിയ അബദ്ധമായിട്ട്, അതായത് ആത്മാർത്ഥയില്ലാതെ ചെയ്യുന്ന കാര്യങ്ങൾ കൂടുതൽ അബദ്ധങ്ങളായിട്ടേ കലാശിക്കൂ എന്നൊരു ഗുണപാഠ കഥയായിട്ട് അടുത്ത തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു ഉദാഹരണമാണ് ശബരിമല വിഷയത്തിന്റെ കേരള സർക്കാരിന്റെ ഹാൻഡിലിംഗ്. ഏതായാലും ലാസ്റ്റ് സ്റ്റാൻഡിങ് ഇഷ്യൂ, ഇലക്ഷനിൽ എപ്പോഴും ഏറ്റവും അവസാനത്തെ ഇഷ്യൂ ആണല്ലോ ജനങ്ങളെ സ്വാധീനിക്കുക. ലാസ്റ്റ് സ്റ്റാൻഡിങ് ഇഷ്യൂ ആയിട്ട് ശബരിമല തന്നെ നിൽക്കാൻ പോകുന്നു എന്നുള്ളതാണ്. മാർച്ച് 14 മുതലാണ് സുപ്രീം കോടതി ഇതിന്റെ വാദം കേൾക്കാൻ പോകുന്നത് എന്ന് ഇന്നലെ ബെഞ്ച് വ്യക്തമാക്കിയ സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത്, അവസാനം വരെ ഈ സർക്കാരിന്റെ ഭാവിയാവട്ടെ കേരള രാഷ്ട്രീയത്തിന്റെ മുന്നോട്ടുള്ള ഭാഗധേയത്തെ ആവട്ടെ നിർണ്ണയിക്കാൻ പോകുന്ന ഇഷ്യൂ ആയിട്ട് ഒരു ചോദ്യം കൂടി ചോദിച്ചോട്ടെ ശങ്കുവേട്ട, ഇതില് കോൺഗ്രസിന്റെ ഒരു നിലപാട് കൂടി വേണം. നമ്മളെപ്പോഴും ചർച്ച ചെയ്യുന്നത് CPM-ന്റെ ഈ കാട്ടുകൊള്ളയും കാര്യങ്ങളാണ്. പക്ഷെ ഇതില് ഇങ്ങനെ കൈ നനയാതെ മീൻ പിടിക്കുന്ന ഒരു കൂട്ടരുണ്ടല്ലോ ഇപ്പുറത്ത്, കോൺഗ്രസ്. അപ്പൊ സ്വാഭാവികമായിട്ട് അന്ന് ശബരിമല വിഷയത്തിലൊക്കെ നമ്മൾ കണ്ടതാണ് ശങ്കുവേട്ട. തീർച്ചയായിട്ടും അതെ. നോക്കൂ, ഈ സർക്കാരിന്റെ ദേവസ്വം നയം അതേപോലെ പിന്തുടരുന്ന ഒരു സംവിധാനമാണ് UDF. ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് ഒരു ഹിന്ദു വിരുദ്ധ സംവിധാനമാണെന്നും അത് വിശ്വാസികളെ ചൂഷണം ചെയ്യുകയാണെന്നും അത് വരുമാനമുള്ള ക്ഷേത്രങ്ങളെ മാത്രം നോക്കി നടത്തുകയും വരുമാനം എടുക്കുകയും വരുമാനമില്ലാത്ത ക്ഷേത്രങ്ങളെ തിരിഞ്ഞു നോക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു മർദ്ദന സംവിധാനമാണെന്നും ഒക്കെ വിശ്വാസ സമൂഹം പറയുന്ന സമയത്ത് സർക്കാരിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി നിയമസഭയിൽ വന്നുകൊണ്ട് ദേവസ്വം ബോർഡിനെ ന്യായീകരിച്ച് പ്രസംഗിച്ചിട്ടുള്ളത് പിണറായി വിജയനല്ല, VD സതീശനാണ്. VD സതീശനാണ് ഈ ദേവസ്വം സംവിധാനത്തിന്റെ ഏറ്റവും വലിയ വക്താവും പ്രയോക്താവും എന്നുള്ളത് നമ്മൾ ഓർക്കണം. ഈ ശബരിമല കൊള്ളയാണെങ്കിൽ അത് LDF കാലഘട്ടത്തിൽ മാത്രം നടന്നിട്ടുള്ള ഒരു സ്കാം അല്ല, അതൊരു കണ്ടിന്യൂയിങ് പെർപെച്വൽ സ്കാം ആണ്. എത്രയോ കാലമായിട്ട് തുടർന്നുകൊണ്ട് വരുന്നതാണ്. ഇപ്പൊ VS ശിവകുമാറിന്റെ സഹോദരൻ ദേവസ്വം ബോർഡ് കമ്മീഷണർ ആയിരുന്ന സമയത്താണ് 80 ലക്ഷത്തിന്റെ പാത്രങ്ങൾ മേടിച്ചിട്ട് 1,82,00,000 രൂപയുടെ ബില്ല് കൊടുത്തിട്ട് ഏതാണ്ട് 1 കോടി രൂപയുടെ സ്കാം ശബരിമലയിൽ നടത്തിയിട്ടുള്ളത്. ഈ പറയുന്ന മുരാരി ബാബുവിനെ പോലുള്ള ഉദ്യോഗസ്ഥന്മാര് ഏത് സംഘടനയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ പൊളിറ്റിക്കൽ ലീനിങ് എങ്ങോട്ടാണ് നമുക്ക് മനസ്സിലാവും. അതായത് ഇത് 1999 മുതൽ 2019 വരെയുള്ള 30 വർഷത്തിനിടയ്ക്ക് തുടർച്ചയായി നടന്നിട്ടുള്ള അഴിമതികളാണ്. ഇതിൽ മാറി മാറി വന്നിട്ടുള്ള ഭരണകൂടങ്ങൾ എല്ലാവരും ഇതിൽ നിന്ന് കൈയിടുകയും അവർക്ക് കിട്ടുന്നതൊക്കെ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആളെ സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് കൊണ്ടുപോയിട്ടുള്ളത് ബെന്നി ബെഹന്നാനും ആന്റോ ആന്റണിയും കൂടിയിട്ടാണെന്നുള്ളത് നമ്മൾ കണ്ടു. കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കന്മാർക്ക് ഇയാളുമായിട്ടുള്ള ബന്ധം എന്തായിരുന്നുള്ളത് നമ്മൾ കണ്ടു. അപ്പൊ ഇവരെല്ലാവരും ഹാൻഡ് ഇൻ ഗ്ലോ ആണ്. ഇവരെല്ലാവരും ഇതിൽ ഒരേപോലെ പങ്കാളികളായിട്ടുള്ള ആളുകളാണ്. ഈ UDF ചെയ്തിട്ടുള്ളത് രാഷ്ട്രീയമായിട്ട് ഒരു ലാഭം കിട്ടാൻ വേണ്ടിയിട്ട് ശബരിമല യുവതീ പ്രവേശന വിഷയം വന്ന സമയത്ത് ശരിക്കും 2 പക്ഷം കൂടിയിട്ടാണ് അവിടെ സമരം നടന്നത്. ഒന്ന്, യുവതീ പ്രവേശനം അനുവദിപ്പിക്കാൻ വേണ്ടിയിട്ട് സർക്കാർ സംവിധാനങ്ങളും പോലീസും ഒക്കെ ഒരു പക്ഷത്ത് നിന്നു. യുവതീ പ്രവേശനം അനുവദിക്കില്ല, ആചാരങ്ങൾ സംരക്ഷിക്കൂ എന്ന് പറഞ്ഞിട്ട് BJP ആവട്ടെ, സംഘമാവട്ടെ, സംഘപരിവാർ സംവിധാനങ്ങളാവട്ടെ, വിശ്വാസ സമൂഹമാവട്ടെ ഇതിന്റെ ഇപ്പുറത്ത് നിന്നു. ഇവർ തമ്മിൽ ഡയറക്ട്ലി നടന്ന ഫൈറ്റിൽ ഒരു പക്ഷത്തും ചേരാതെ കയ്യും കെട്ടി നോക്കി നിൽക്കുകയും വിശ്വാസികൾക്ക് ഒപ്പമാണെന്ന് പറയുകയും എന്നാൽ വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഒരു സമരത്തിൽ പോലും പങ്കെടുക്കാതിരിക്കുകയും ഒരു നേതാവ് പോലും അറസ്റ്റ് വരിക്കാതിരിക്കുകയും ഒരു പ്രധാനപ്പെട്ട ആള് പോലും ഒരു ദിവസം പോലും ജയിലിൽ കിടക്കാണ്ടിരിക്കുകയും ചെയ്തിട്ട് ഇത് LDF വിരുദ്ധ വികാരം സൃഷ്ടിക്കപ്പെട്ടപ്പോ CPM മനോഭാവം, പിണറായി വിരുദ്ധ വികാരം ഉണ്ടായപ്പോ അതിന്റെ സ്വാഭാവിക ഗുണഭോക്താവായിട്ട് മണ്ണും ചാരി നിന്ന് പെണ്ണും കൊണ്ട് പോവുകയാണ് യഥാർത്ഥത്തിൽ UDF ചെയ്തിട്ടുള്ളത്. അത് തന്നെയാണ് UDF ഇപ്പോഴും ചെയ്യാൻ പോകുന്നത്. നാളെ നോക്കൂ, യുവതീ പ്രവേശനത്തിന്റെ പുനഃപരിശോധനാ ഹർജികൾ തള്ളിക്കഴിഞ്ഞാൽ നാളെ ഗ്രൗണ്ടിൽ സമരം ചെയ്യാൻ പോകുന്നത് BJP-യും സംഘവും സംഘപരിവാറുമാണ്. അപ്പൊ സമരം ചെയ്യാൻ നമുക്കൊരു UDF-ന്റെ നേതാവിനെയും കാണാൻ പറ്റില്ല. അന്ന് പോലീസിനോട് ഏറ്റുമുട്ടാനും അറസ്റ്റ് വരിക്കാനും ജയിലിൽ കിടക്കാനും കേസുകളിൽ ഇതാവാനും ഏതാണ്ട് 482 കേസിലായിരുന്നു സുരേന്ദ്രൻ പ്രതി. രമേശ് ചെന്നിത്തലയുടെ പേരിൽ എത്ര കേസാണുള്ളത്? VD സതീശന്റെ പേരിൽ ഒരു കേസെങ്കിലും ഉണ്ടോ? ഇവരാരും കൈ നനയുന്ന ഒരു പണിക്കും തയ്യാറായിട്ടില്ല. പക്ഷെ അവസാനം ഇതിന്റെ പൊളിറ്റിക്കൽ അഡ്വാൻറ്റേജ് കൈപ്പറ്റിയിട്ട് വോട്ട് നേടിക്കാൻ വേണ്ടി മാത്രം ഞങ്ങൾ വിശ്വാസികൾക്ക് ഒപ്പമാണ് എന്നൊരു നിലപാട് പറയുന്നു
എന്ന് മാത്രമേ ഉള്ളൂ. വിശ്വാസികൾക്കൊപ്പം നിൽക്കുകയല്ല, വിശ്വാസികൾക്കൊപ്പം പ്രവർത്തിക്കുകയും വിശ്വാസികൾക്കൊപ്പം പൊരുതുകയാണ് ചെയ്യേണ്ടത്. അല്ലാണ്ട് മാനസികമായിട്ടുള്ള അനുഭവമല്ല അവസാനം യുദ്ധത്തിന്റെ സമയത്ത് പരിഗണിക്കപ്പെടുക. നമ്മുടെ ഇമ്മോർട്ടൽസ് ഓഫ് മെലൂഹയില് ഒരു പ്രസിദ്ധമായിട്ടുള്ള വാചകമുണ്ട്, ദർ ആർ നോ ബൈസ്റ്റാൻഡേഴ്സ് ഇൻ എ ഹോളി വാർ എന്ന്. അതായത് വിശുദ്ധമായിട്ടുള്ള യുദ്ധത്തിൽ മൂകസാക്ഷികളില്ല. നിങ്ങൾ ധർമ്മത്തിനൊപ്പമാണെന്ന് പറഞ്ഞ് ധർമ്മത്തിനൊപ്പം പൊരുതാത്ത ആളുകളെ, കയ്യും കെട്ടി നോക്കി നിന്നിരുന്ന ആളുകളെ, നിഷ്പക്ഷരായിരുന്ന ആളുകളെ പോലും അധർമ്മത്തിന്റെ പക്ഷത്തായിരുന്നു എന്ന് പരിഗണിക്കപ്പെടും എന്ന് പറയുന്നുണ്ട്. ഇവരിവിടെ ബൈസ്റ്റാൻഡേഴ്സ് ആണ്. ഇവിടെ യഥാർത്ഥത്തിലുള്ള സമരം നടക്കുന്നത് കേരളത്തിലെ ഹിന്ദു വിശ്വാസി സമൂഹവും ഇടതുപക്ഷവും തമ്മിലാണ്. അതിലാര് ജയിക്കും എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. അതിലിടയ്ക്ക് കയ്യും കെട്ടി നിൽക്കുന്ന UDF യഥാർത്ഥത്തിൽ ഇതിൽ കക്ഷിയല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അഡ്വക്കേറ്റ് ശങ്കുട്ടിദാസ് പറഞ്ഞതിനോട് ഒരു കൂട്ടിച്ചേർക്കൽ, ഒരു ചെറിയ തമാശയാണ്. അദ്ദേഹം പറഞ്ഞു VS ശിവകുമാറിന്റെ സഹോദരൻ ജയകുമാറിന് എതിരെ ഉയർന്ന ആരോപണം. പക്ഷെ കഴിഞ്ഞ ദിവസം ഒരു ക്ലീൻ ചിറ്റ് വന്നിരുന്നു അഡ്വക്കേറ്റ് ശങ്കുട്ടിദാസ്, ശ്രദ്ധിച്ചോന്ന് അറിയത്തില്ല. VS ശിവകുമാർ വളരെ ഡീസൻ്റ് ആണ് കേട്ടോ, ഹീസ് വെരി നൈസ് മാൻ. പുള്ളിയുടെ ഡ്രൈവർ കണക്കിൽ കവിഞ്ഞ സ്വത്തുണ്ടാക്കി, ഈ ശിവകുമാറിന്റെ സുഹൃത്ത് കണക്കിൽ കവിഞ്ഞ സ്വത്തുണ്ടാക്കി, അതൊക്കെ അന്വേഷിക്കണം. പക്ഷെ ശിവകുമാർ വളരെ ഡീസൻ്റ് ആണെന്നാണ് നമ്മുടെ റിപ്പോർട്ട് വന്നിട്ടുള്ളത്. അങ്ങ് ശ്രദ്ധിച്ചു എന്നറിയില്ല. കണ്ടു. അതായത് VS ശിവകുമാറിന്റെ പരിസരം മുഴുവൻ മോശമാണ്. പക്ഷെ അദ്ദേഹം മറ്റേ വെള്ളത്തിന് മുകളിൽ ആലിൽ കിടക്കുന്നത് പോലെ ഈ പറയുന്ന അവിശുദ്ധമായിട്ടുള്ള അഴിമതി സാമ്രാജ്യത്തിന് നടുക്ക് വിശുദ്ധനായിട്ട് ഏകനായി നിൽക്കുകയാണ്. അദ്ദേഹത്തിന്റെ സഹോദരൻ ശബരിമലയിൽ നിന്ന് സ്വർണം, അല്ലെങ്കിൽ ശബരിമലയിൽ നിന്ന് അയ്യപ്പന്റെ സമ്പാദ്യം മോഷ്ടിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഡ്രൈവറും അദ്ദേഹത്തിന്റെ വീട്ടിലെ കുശിനിക്കാരനും വരെ അനധികൃതമായിട്ട് സമ്പാദിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം മാത്രം എങ്ങനെയാണാവോ ഇതിലൊന്നും പെടാതെ നിൽക്കുന്നുണ്ട്. അതൊരു കഴിവായിട്ട് ഞാൻ അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ നോക്കി ഇവരിതെല്ലാം പരസ്പര അഡ്ജസ്റ്റ്മെന്റ് ആണെന്നുള്ളതാണ് കാണിക്കുന്നത്. ഇവിടെ നമ്മളൊരു കോംപ്രമൈസിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ പറയുന്ന ശബരിമല വിഷയത്തിലേക്ക് വല്ലാണ്ട് ചർച്ച പോയി കഴിഞ്ഞാൽ അതിന്റെ ഡാമേജ് ഒരു കക്ഷിക്ക് മാത്രമാവില്ല, രണ്ട് കക്ഷിക്കോ. ഇപ്പൊ ഒരു ഉദാഹരണം മാത്രം ഞാൻ പറയാം. ഇപ്പൊ കരിമണൽ കർത്തയുടെ അടുത്ത് കൈക്കൂലി മേടിച്ചിട്ടുള്ള ഈ മാസക്കൂലിയുടെ വിഷയം എന്തുകൊണ്ടാണ് അടിയന്തര പ്രമേയം UDF നിയമസഭയിൽ അവതരിപ്പിക്കാതിരുന്നത്? കാരണം അത് വളരെ CPM-നെതിരെയുള്ള, മുഖ്യമന്ത്രിക്കെതിരെയുള്ള, മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയുള്ള അതിശക്തമായിട്ടുള്ള വിഷയമായിട്ടും അത് നിയമസഭയിൽ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ ഡാമേജ് വരാൻ പോകുന്ന UDF-നും കൂടിയിട്ടാണ്. കാരണം കരിമണൽ കർത്തയുടെ ഡയറിയുടെ മേലെ PV എന്ന് മാത്രമല്ല എഴുതിയിട്ടുള്ളത്, അതിൽ മറ്റേ RC എന്ന് എഴുതിയിട്ടുണ്ട്, അതിൽ OC എന്ന് എഴുതിയിട്ടുണ്ട്, അത് PK എന്ന് എഴുതിയിട്ടുണ്ട്. ഈ RC എന്ന് പറഞ്ഞാൽ രമേശ് ചെന്നിത്തലയാണ്, OC എന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടിയാണ്, PK എന്ന് പറഞ്ഞാൽ PK കുഞ്ഞാലിക്കുട്ടിയാണ്. അങ്ങനെയുള്ള UDF-ന്റെ നേതാക്കൾക്കും പൈസ കൊടുത്തതിന്റെ കണക്കുകൾ ഇതിലുണ്ട്. അപ്പൊ ഇത് ചർച്ച ചെയ്താൽ ഇതും പുറത്തു വരുന്നുള്ളതുകൊണ്ട് ഇവർ ഈ കാര്യം മിണ്ടുകയില്ല. എന്നതുപോലെയാണ് ശബരിമലയിലുള്ള ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സഭയിലൊരു ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സഭയിലൊരു അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുത്ത് സഭാരേഖകളുടെ ഭാഗമാവുന്ന ഒരു ചർച്ച നടത്താൻ തയ്യാറാവാതെ വളരെ ബോധപൂർവ്വം ബഹളം ഉണ്ടാക്കിയിട്ട് ഓരോ വട്ടവും UDF സഭയിൽ നിന്ന് ഇറങ്ങി പോയിരുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇത് ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗോവർദ്ധനുമായിട്ടും ഒക്കെ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ബന്ധവും ചർച്ച ചെയ്യപ്പെടും. നമുക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഇതിലത്തെ ദല്ലാളും ഇതിലെ സ്വർണം മേടിച്ചിട്ടുള്ള ഗോവർദ്ധനും പത്തനംതിട്ട MLA ആയിട്ടുള്ള ആന്റോ ആന്റണി കൂടി പോയിട്ട് സോണിയാഗാന്ധിയെ കണ്ട് സോണിയാഗാന്ധിക്ക് ചരട് കെട്ടി കൊടുക്കണമെങ്കിൽ എന്ത് തരത്തിലുള്ള ബന്ധമാണ് ഇവർക്കുള്ളത്? നമ്മളെപ്പോഴും കൗതുകത്തിന് പറയും, കരുണാകരൻ കോൺഗ്രസിൽ നിന്ന് പുറത്തു പോയ സമയത്ത് DICK ഉണ്ടാക്കിയിട്ടുള്ള സമയത്ത് അദ്ദേഹം ഒരു പത്രത്തിൽ എഴുതിയിട്ടുള്ള ഒരു ലേഖനമുണ്ട്, എന്തുകൊണ്ട് താൻ കോൺഗ്രസ് വിടുന്നത്. മാതൃഭൂമിയിൽ തന്നെ അദ്ദേഹം എഴുതിയിട്ടുള്ളത്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ദിവസങ്ങളോളം ഡൽഹിയിൽ പോയി കാത്തുകെട്ടി കിടന്നിട്ടും സോണിയാഗാന്ധിയുടെ ഒരു അപ്പോയിന്റ്മെന്റ് പോലും തനിക്ക് കിട്ടിയിട്ടില്ല. ഇത്രയും മുതിർന്ന നേതാവായിരുന്ന, ഇന്ദിരാഗാന്ധിയുടെ വിശ്വസ്തനായിരുന്ന, കേന്ദ്ര മന്ത്രിയായിരുന്ന, സംസ്ഥാന ആഭ്യന്തരമന്ത്രി, മുഖ്യമന്ത്രി ആയിരുന്ന ഒരാളുടെ അവസ്ഥയാണ് നമ്മൾ പറയുന്നത്. സോണിയാഗാന്ധിയുടെ അപ്പോയിന്റ്മെന്റ് കിട്ടിയിട്ടില്ല. ഹിമന്ത് വിശ്വാസ് ശർമ്മ ഇപ്പോഴത്തെ ആസാമിന്റെ മുഖ്യമന്ത്രിയാണ്. ഹിമന്ത് വിശ്വാസ് ശർമ്മ കോൺഗ്രസിൽ നിന്ന് പുറത്തു പോയിട്ട് BJP-യിൽ ചേരാനുള്ള കാരണമായിട്ട് അദ്ദേഹം പറഞ്ഞത് ഇവര് ഈ സോണിയാഗാന്ധിനി രാഹുൽ ഗാന്ധിനി കാണാൻ വേണ്ടി പോയി, അപ്പോയിന്റ്മെന്റ് കിട്ടിയില്ല. രാഹുൽ ഗാന്ധിയുടെ അപ്പോയിന്റ്മെന്റ് കിട്ടി, രാഹുൽ ഗാന്ധി തന്നോട് നേരിട്ട് സംസാരിച്ചില്ല. രാഹുൽ ഗാന്ധി ആ ചർച്ചയുടെ സമയം മുഴുവൻ അദ്ദേഹത്തിന്റെ പിടി എന്ന് പേരുള്ള ഒരു പട്ടിയുണ്ട്, ആ പിടി എന്ന് പേരുള്ള പട്ടീനെ മടിയിൽ എടുത്തിട്ട് ഈ പിടിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാ പറഞ്ഞു. അപ്പൊ ഇങ്ങനെയാണ് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കന്മാരുടെ പോലും ഇവരെടുത്തുള്ള സമീപനം. അങ്ങനെ ഇരിക്കുകയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിനെ പോലത്തെ ഒരു വ്യാജന് ഒരു തവണയല്ല 2 തവണ UPA ചെയർപേഴ്സൺ ആയിരുന്ന സോണിയാഗാന്ധിയെ വീട്ടിൽ പോയി കാണാനുള്ള അവസരം കിട്ടിയത്. അപ്പൊ ഇവർ തമ്മിലുള്ള ബന്ധം എന്താ? പണ്ട് സുബ്രഹ്മണ്യ സ്വാമി രാജ്യസഭയിൽ ഉന്നയിച്ചിട്ടുള്ള പ്രശ്നമുണ്ട്. ഈ സോണിയാഗാന്ധിയുടെ സഹോദരിയായിട്ടുള്ള അനുഷ്ക എന്ന് പേരുള്ള, അവരുടെ പേര് ശരിയായിട്ടുള്ള പേര് അനുഷ്ക മെയ്നോ എന്നാണ്. അവർക്ക് ഇന്ത്യയിൽ നിന്നുള്ള കരകൗശല വസ്തുക്കൾ, ആർട്ടിഫാക്ട്സ് വിൽക്കുന്ന 2 കടകൾ
രണ്ട് എന്താ പറയാ പുരാവസ്തു വിൽപ്പന കേന്ദ്രങ്ങൾ അവർക്ക് ഇറ്റലിയിലുണ്ട്. ഒന്ന് ഇത് ഒരെണ്ണത്തിന്റെ പേര് ആന്റിക്ക എന്നും ഒരെണ്ണത്തിന്റെ പേര് ഗണപതി എന്നുമാണ്. ഈ ഗണപതി എന്നുള്ളത് എക്സ്ക്ലൂസീവ്ലി ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവരുന്ന ഐറ്റങ്ങൾ വിൽക്കുന്ന കടയാണ്. സോണിയാഗാന്ധിക്ക് ഡിപ്ലോമാറ്റിക് പാസ്പോർട്ടും ഈ പറയുന്ന എയർപോർട്ടിൽ പരിശോധന ഇല്ലാത്ത സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ആളാണ് സോണിയാഗാന്ധി. ഇതൊക്കെ തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ പ്രത്യേകിച്ചും ഹൈക്കോടതി അവരുടെ വിധിയിൽ പറയുന്നുണ്ട്, ഇത് കേവലം ഒരു തട്ടിപ്പ് മാത്രമല്ല, ഇതില് അന്താരാഷ്ട്ര വിഗ്രഹ കടത്ത് പോലെ സുഭാഷ് കപൂർ പോലെയുള്ള ആളുകളുടെ നേതൃത്വത്തിലുള്ള അന്താരാഷ്ട്ര വിഗ്രഹ കടത്തിന്റെ സാധ്യത കൂടി പരിശോധിക്കണം എന്ന് ഹൈക്കോടതി പറയുന്നുണ്ട്. ഇതെല്ലാം കണക്ട് ചെയ്ത് വരുമ്പോൾ ഇതിൽ വളരെ ഗുരുതരമായിട്ടുള്ള വളരെ പ്രത്യേകമായിട്ടുള്ള ഒരു പങ്ക് കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടായിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ എല്ലാവരും ഒന്നിച്ചു നിൽക്കുകയാണ്. യഥാർത്ഥ പ്രശ്നങ്ങൾ സമൂഹം അറിയരുതെന്ന് വിചാരിച്ചിട്ട് ഒരു അഡ്ജസ്റ്റ്മെന്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പാരഡി പാട്ട് മാത്രം പാടുന്ന തരത്തിൽ പോറ്റിയെ കയറ്റിയത് ആരപ്പ, ഒരു കൂട്ടർ അത് പറയും അത് CPM ആണ്, മറ്റേ കൂട്ടർ അത് കോൺഗ്രസ് എന്ന് പറയുന്ന പാരഡി പാട്ടുത്സവമായിട്ട് നടത്തുന്നു എന്നല്ലാതെ ഇതിലെ യഥാർത്ഥ ക്രക്സ് ചർച്ച ചെയ്യരുത് എന്നുള്ള കാര്യത്തിൽ ഒരു രണ്ടു കൂട്ടർ ഒന്നിച്ചാണ്. ആ സമയത്താണ് കൃത്യമായിട്ട് സുപ്രീം കോടതി വഴി അയ്യപ്പസ്വാമി ഒന്നുകൂടെ ഇടപെട്ടത്, നിലപാട് പറയുക, മാർച്ച് 14 മുമ്പ് നിലപാട് പറയുക എന്നുള്ളത്. അഡ്വക്കേറ്റ് ശങ്കുട്ടിദാസ്, ഇതിലിനി അഭിഭാഷകൻ എന്നുള്ള നിലയിൽ ചോദിക്കുകയാണ്, ഇതിൽ ഇനി അന്ന് ഇവർ ഉയർത്തിയ ഈ ഭരണഘടനാ വിഷയങ്ങൾ, നിയമപ്രശ്നങ്ങൾ ഇനി നിലനിൽക്കുമോ? പരിശോധിക്കുമ്പോൾ ഇതിവർ പറയാൻ ശ്രമിക്കുന്ന ഒരു കോൺട്രഡിക്ഷൻ ഉണ്ട് എന്നുള്ളതാണ്, ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നുള്ളതാണ്. ഒന്ന്, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഒരു ഭാഗത്ത്, ഭരണഘടനാപരമായിട്ടുള്ള വ്യക്തികളുടെ അവകാശം, ഇങ്ങനെയൊക്കെ വ്യാഖ്യാനിച്ചാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ശബരിമല വിശ്വാസത്തിന് മേൽ കടന്നു കയറാൻ ശ്രമിച്ചത്. നോക്കൂ, ഞാൻ സുപ്രീം കോടതി ഒരർത്ഥത്തിൽ ഞാൻ കുറ്റം പറയില്ല. കാരണം സുപ്രീം കോടതിയുടെ മുന്നിൽ അങ്ങേക്ക് തന്നെ അറിയാം, നിങ്ങളൊക്കെ ബേസിക്കായി പറയുന്ന ഒരു കാര്യമുണ്ട്, എങ്ങനെയാണ് കോടതി ഒരു നിഗമനത്തിലെത്തുക, ഒരു വിധി എഴുതുക. ഒരു വിധി ഒരു കുറ്റവാളിയെ വെറുതെ വിടുമ്പോൾ നമ്മൾ കിടന്ന് പൊട്ടിത്തെറിച്ചിട്ട് കാര്യമില്ല. അതല്ലെങ്കിൽ നിരപരാധി ശിക്ഷിക്കപ്പെടുമ്പോഴും നമ്മൾ ഇവിടെ കിടന്ന് രോഷം കൊണ്ടിട്ട് കാര്യമില്ല. കോടതി പരിഗണിക്കുന്നത് കോടതിയുടെ മുന്നിൽ വന്ന രേഖകളും വാദങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഒരു പക്ഷേ അന്ന് ബെഞ്ചിലുണ്ടായിരുന്നവരിൽ എത്ര പേർക്ക് ശബരിമല എന്താണെന്നുള്ളതോ ശബരിമലയിലെ ആചാരാനുഷ്ഠാന വിശ്വാസങ്ങളുടെ പ്രത്യേകത എന്താണെന്നോ അപൂർവത എന്താണെന്നോ അത് എന്തുകൊണ്ട് യുണീക്ക് ആവുന്നു എന്നുള്ള അറിയില്ല. പക്ഷേ ഇനിയും ഞാൻ ചോദിക്കും, ഇത് വരുമ്പോൾ ഇത് ബോധ്യപ്പെടുത്താൻ കഴിയുന്നൊരു സംഗതിയല്ലേ? അവിടെ യുവതികൾക്ക് അവിടെ സ്ത്രീകൾക്ക് വിലക്കില്ല, അവിടെയുള്ളൊരു പ്രത്യേക ആചാരപരമായ വിശ്വാസത്തിൻ്റെ പുറത്ത്. അപ്പോൾ ഇങ്ങനെ ഒരു കോൺട്രഡിക്ഷന്, ഇങ്ങനെ ഒരു തർക്കത്തിന് ഇനി സ്കോപ്പുണ്ടോ കോടതിയിൽ? നോക്കൂ, സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിയാത്ത പ്രശ്നം പണ്ടുമില്ല. നമ്മൾ സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്തിയതാണല്ലോ. സുപ്രീം കോടതിയുടെ 5 അംഗ ബെഞ്ചിലെ ഒരംഗം ശബരിമലയിലെ യുവതി പ്രവേശനത്തിന് അനുകൂലമായിട്ടാണല്ലോ വിധി പറഞ്ഞത്. ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര സെപ്പറേറ്റ് ആയിട്ടുള്ള ജഡ്ജ്മെന്റ് എഴുതിയിട്ടുണ്ട്. ആ സെപ്പറേറ്റ് ആയിട്ടുള്ള ജഡ്ജ്മെന്റിൽ ഈ പറയുന്ന വിധിയിൽ പറയുന്ന എല്ലാ കാര്യങ്ങളെയും അവർ കോൺട്രഡിക്ട് ചെയ്യുന്നുണ്ട്. അവരെല്ലാ പോയിന്റുകളും റേസ് ചെയ്തിട്ടുള്ള 5 ഇഷ്യൂസും വിശ്വാസപക്ഷത്തിന് അനുകൂലമായിട്ടാണ് അവർ കാണുന്നത്. ഇപ്പൊ സായിദീപ കയ്യരെ പോലെ, അല്ലെങ്കിൽ വിശ്വാസപക്ഷത്തിന് അനുകൂലമായിട്ട് പീപ്പിൾസ് ഫോർ ധർമ്മയെ റെപ്രസെന്റ് ചെയ്തുകൊണ്ടൊക്കെ ഹാജരായിട്ടുള്ള അഭിഭാഷകരെല്ലാം ഈ കാര്യങ്ങളെല്ലാം വളരെ വിശദമായി കോടതിയെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളതാണ്. പക്ഷെ അന്ന് കോടതി ബഹുഭൂരിപക്ഷം, അതായത് അന്നത്തെ ചീഫ് ജസ്റ്റിസിന്റെ നേതൃത്വത്തിലുള്ള 4 അംഗങ്ങളും ഒരു വളരെ പുരോഗമന നിലപാട് സ്വീകരിക്കുകയാണെന്ന് അവർ വിചാരിച്ചു. അത് പുരോഗമന നിലപാടാണെന്നുള്ളത് ഇവരുടെ തെറ്റിദ്ധാരണയായിരുന്നു. യഥാർത്ഥത്തിൽ ശബരിമലയിൽ നിൽക്കുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഹിന്ദുധർമ്മത്തിന്റെ ഒരു സൗന്ദര്യം തന്നെയായിട്ടുള്ള അതിന്റെ വിവിധതയുടെ അടയാളമായിട്ടുള്ള ഇതാണ്. അത് യുവതീ വിരുദ്ധമോ സ്ത്രീ വിരുദ്ധമോ അല്ല, അത് ഹിന്ദു ധർമ്മത്തിനുള്ളിലുള്ള നിരവധിയായിട്ടുള്ള പന്തുകളുടെയും സമ്പ്രദായങ്ങളുടെയും വ്യത്യസ്തമായിട്ടുള്ള ആരാധനാ രീതികളുടെ ഇതാണ്. ഇവിടെ പുരുഷന്മാർക്ക് പ്രവേശനമില്ലാത്ത ക്ഷേത്രങ്ങളുണ്ട്. ആറ്റുകാൽ പോലെയുള്ള ഉത്സവങ്ങൾ സ്ത്രീകൾ മാത്രം നടത്തുന്നുണ്ട്. സ്ത്രീകൾ തന്നെ പൂജ ചെയ്യുന്ന ക്ഷേത്രങ്ങളുണ്ട്. ഇപ്പൊ മണ്ണാർശാലയിലാണെങ്കിലും പാമ്പമ്മേക്കാട്ടിലാണെങ്കിലും സ്ത്രീകൾ മാത്രം പൂജ ചെയ്യുന്ന ക്ഷേത്രങ്ങളുണ്ട്. പുരുഷൻ സ്ത്രീവേഷം കെട്ടി പോകുന്ന ക്ഷേത്രങ്ങളുണ്ട്. ഇപ്പൊ കൊല്ലത്ത് കൊറ്റംകുളങ്ങര ചമയവിളക്ക് എന്ന് പറയുന്ന ഒരു സംഭവത്തിൽ പുരുഷൻ സ്ത്രീവേഷം കെട്ടിയിട്ടാണ് പോകുന്നത്. പുരുഷൻ മാത്രം പോകുന്ന സ്ഥലമുണ്ട്, സ്ത്രീ മാത്രം കയറുന്ന സ്ഥലമുണ്ട്. ഇപ്പൊ അസാമിലെ പഞ്ചുബാരാഹി ക്ഷേത്രം, അവിടെ സ്ത്രീകൾക്ക് മാത്രമേ പ്രവേശനം പൂജയുള്ളൂ. അവിടെ 400 വർഷമായിട്ട് പുരുഷന്മാർ കയറിയിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള പലതരത്തിലുള്ള വിവിധതകളുണ്ട്. എല്ലായിടത്തും ഒരേപോലെ എന്നുള്ളത് യൂണിഫോം ആക്കലല്ല ഏകത. ഓരോന്നിനെയും അതിൻ്റെതായിട്ടുള്ള തനതായിട്ടുള്ള സൗന്ദര്യത്തിൽ നിലനിൽക്കാൻ അനുവദിക്കലാണ്. ഇതെല്ലാം നമ്മൾ സുപ്രീം കോടതി ഒരു ഘട്ടത്തിൽ ബോധ്യപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ അത്തരം കാര്യങ്ങൾ കേൾക്കേണ്ടതില്ല എന്നൊരു നിലപാടാണ് അന്ന് സ്വീകരിച്ചത്. പക്ഷെ പിന്നീട് അതിനെതിരെ ഉണ്ടായിട്ടുള്ള വലിയ പ്രതിഷേധം സുപ്രീം കോടതി വിചാരിച്ചത് എന്താ വെച്ചാൽ, യുവതി പ്രവേശനത്തിന് അനുകൂലിച്ചുകൊണ്ടൊരു വിധി പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ സമൂഹം മുഴുവൻ ഹർഷാരവത്തോടുകൂടി സ്വീകരിക്കും, സുപ്രീം കോടതി ഭയങ്കരമായിട്ട് നവോത്ഥാന പ്രവർത്തനം നടത്തിയതായിട്ട് ആളുകൾ വാഴ്ത്തും, സ്ത്രീകൾ കൂട്ടത്തോടുകൂടി ശബരിമലയിലേക്ക് ഫ്ലോക്ക് ചെയ്യുന്നൊക്കെയാണ്. പക്ഷെ ഇവിടെ ഉണ്ടായിട്ടുള്ള റെസ്പോൺസ് ആണ് മിലോഡുകളുടെ
എന്താ പറയാ അവരുടെ പിടിച്ച് കുലുക്കി കളഞ്ഞത്. കാരണം ആർക്ക് വേണ്ടിയിട്ടാണോ ഇവരിങ്ങനെ ഒരു വിധി പറയുന്നതെന്നാണ് ഇവർ വിചാരിച്ചത്, ആ സമൂഹമാണ് ഏറ്റവും ശക്തമായിട്ട് അതിനെ എതിർത്തത്. കേരളത്തിലെ വിശ്വാസികളായിട്ടുള്ള ഹിന്ദു സ്ത്രീകളാണ് ഏറ്റവും ആദ്യം ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പരിഷ്കരണം ആവശ്യമില്ല, ശബരിമലയിൽ നിലനിൽക്കുന്ന ആചരണങ്ങൾ അതേപോലെ നിലനിൽക്കട്ടെ, അവിടെ യുവതീ പ്രവേശനത്തിന്റെ ആവശ്യമില്ല എന്ന് പറയുന്നത്. ഇവിടെ സ്ത്രീകളുടെ നേതൃത്വത്തിലാണ് റെഡി ടു വെയിറ്റ് പോലെയുള്ള മൂവ്മെന്റുകൾ ഉണ്ടായത്. സ്ത്രീകളുടെ നേതൃത്വത്തിലാണ് ശബരിമല നാമജപ ഘോഷയാത്രകളും വിശ്വാസി സംഗമങ്ങളും നടത്തപ്പെട്ടത്. അങ്ങനെ വലിയൊരു മൂവ്മെന്റ്, കേരളത്തിന്റെ ചരിത്രത്തിൽ അതിന് ഏറ്റവും വലിയൊരു മൂവ്മെന്റ് ആയിട്ട് ശബരിമല വിശ്വാസ പ്രക്ഷോഭം മാറുകയും അത് സർക്കാരുകളെ പോലും അട്ടിമറിക്കുന്ന തരത്തിൽ ഒരു പൊളിറ്റിക്കൽ സ്ട്രെങ്ത് ആർജിക്കുകയും ചെയ്തപ്പോഴാണ് ഇതിലെന്തോ പ്രശ്നമുണ്ടല്ലോ, അത് തിരുത്തേണ്ടതാണല്ലോ എന്നൊരു ചിന്ത സുപ്രീം കോടതിക്ക് പോലും ഉണ്ടായത്. ഇപ്പൊ സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട പ്രിൻസിപ്പൾസ് ആദ്യം ഫോർമുലേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. അതായത് ഇത് ചില പ്രശ്നങ്ങളുണ്ട്. ഇപ്പോ ഒരു ക്ഷേത്രത്തിൽ ദർശനം നടത്താനുള്ള ഒരു വ്യക്തിയുടെ ഒരു അവകാശം അവിടെ ഹനിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ ആ വ്യക്തിയുടെ വ്യക്തിപരമായിട്ടുള്ള മൗലിക അവകാശമാണോ, അതോ ഒരു ക്ഷേത്രത്തിന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിലനിർത്തി കിട്ടുക എന്ന് പറയുന്ന ഒരു സമൂഹത്തിന്റെ പൊതുവായിട്ടുള്ള മൗലിക അവകാശമാണോ? ഏതാണ് കൂടുതൽ പ്രധാനം? ഒരു വ്യക്തിയുടെ അവകാശത്തിന് ഒരു സമൂഹത്തിന്റെ അവകാശത്തിനെതിരായി നിൽക്കാൻ സാധിക്കുമോ? രണ്ട്, ഇതിൽ ഡയറ്റിക്ക് ഇല്ലേ ഈ മൗലിക അവകാശം? ഈ വ്യക്തികൾക്ക് ആരാധന നടത്താനുള്ളത് പോലെ തന്നെ ഇവരിപ്പോ ഡയറ്റി ജുറിസ്റ്റിക് പേഴ്സൺ ആണല്ലോ ടെമ്പിൾ ഡയറ്റി എന്ന് പറയുന്നത്. അയ്യപ്പസ്വാമി ഒരു നിയാമക വ്യക്തിയാണ്. ബ്രഹ്മചര്യം എന്ന് പറയുന്ന ഒരു വ്രതം കീപ്പ് ചെയ്യുക, നൈഷ്ഠിക ബ്രഹ്മചര്യം, സ്പർശന ദർശനാദി അഷ്ടമൈഥുനങ്ങളെയും വർജിച്ചുകൊണ്ട് യുവതീ പ്രവേശനം നിഷിദ്ധമാക്കുന്ന ഒരു വ്രതം കീപ്പ് ചെയ്യാൻ ഡയറ്റിക്ക് അധികാരമില്ല. അതൊരു മൗലിക അവകാശമല്ലേ? ഡയറ്റിക്ക് മൗലിക അവകാശം ബാധകമാണോ? ആണെങ്കിൽ തന്നെ അത് എത്രത്തോളം, ഏത് എക്സ്റ്റെന്റ് വരെ അത് ബാധകമാണ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് പ്രധാനമായിട്ടുള്ള ചോദ്യങ്ങൾ. അതേപോലെ തന്നെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 26 പ്രകാരമുള്ള ഒരു സ്പെഷ്യൽ റിലീജിയസ് ഡിനോമിനേഷൻ എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷന് ശബരിമല പോലെയുള്ള ക്ഷേത്രങ്ങൾ അർഹരാകുമോ? സ്പെഷ്യൽ റിലീജിയസ് ഡിനോമിനേഷൻസ് ആണെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട പ്രത്യേക ചിട്ടകളും പ്രത്യേക നിയമങ്ങളും നിലനിർത്താൻ അവർക്ക് അധികാരമുണ്ട്. അങ്ങനെ എത്രയോ സെക്ടുകൾ അവരുമായി ബന്ധപ്പെട്ട പ്രത്യേക അധികാരങ്ങൾ നിലനിർത്തുന്നുണ്ട്. ഇപ്പൊ ശബരിമല ഹിന്ദു ധർമ്മത്തിനുള്ളിൽ തന്നെ ഒരു പ്രത്യേക വിശ്വാസ സെക്ടാണ്. ആ ഒരു പ്രത്യേക കാലഘട്ടത്തിലാണ് ആരാധന നടക്കുന്നത്. ഒരു പ്രത്യേക മൂർത്തിയെ മാത്രമാണ് ആരാധിക്കുന്നത്. മറ്റു മൂർത്തികളെ ആ സമയത്ത് പ്രാർത്ഥിക്കാതിരിക്കുന്നത്. ഏത് അമ്പലത്തിൽ പോലും അയ്യപ്പ സ്വാമി ശരണയ്യപ്പ എന്ന് മന്ത്രം ജപിക്കുന്ന ഒരു ശൈലി അവിടെയുണ്ട്. ഒരു പ്രത്യേക തരം വസ്ത്രധാരണം, എല്ലാവരും ഒരേ നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നുണ്ട്. ഒരു പ്രത്യേക തരം മുദ്ര ധരിക്കുന്നുണ്ട്. എല്ലാവരും ഒരു മുദ്രമാല എന്ന പേരിൽ അടയാളപ്പെടുത്താൻ, തിരിച്ചറിയാൻ വേണ്ടി ഒരു മാല ധരിക്കുന്നുണ്ട്. ഒരു പ്രത്യേക ജീവിത പദ്ധതി അനുഷ്ഠിക്കുന്നുണ്ട്. ഒരു വെജിറ്റേറിയൻ ഡയറ്റ് ആണെങ്കിലും ഒരു ബ്രഹ്മചര്യത്തിന്റെ സങ്കല്പമാണെങ്കിലും ഒരു പ്രത്യേക ജീവിത പദ്ധതി അനുഷ്ഠിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള സ്പെഷ്യാലിറ്റീസ് എല്ലാം കൊണ്ട് ഇതൊരു സ്പെഷ്യൽ റിലീജിയസ് ഡിനോമിനേഷൻ എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷൻ അർഹമാവോ? അങ്ങനെയാണെങ്കിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ നിലനിർത്താൻ ഭരണഘടന അല്ലെങ്കിൽ ഈ പറഞ്ഞ ഭരണഘടനാ സംരക്ഷകരെ നിന്ന് വിഭിന്നമായിട്ട് അവരെ കൊണ്ടുള്ള ഉപദ്രവങ്ങളില്ലാതെ സ്വന്തം വിശ്വാസ സമൂഹങ്ങൾ സംരക്ഷിച്ചു കൊണ്ടുപോകാനുള്ള അധികാരം ആ സമൂഹത്തിന് ഉണ്ടാവുക തുടങ്ങിയിട്ടുള്ള വളരെ വലിയ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഈ പ്രിൻസിപ്പൾസ് ആദ്യം ഫോർമുലേറ്റ് ചെയ്യണം. ആ പ്രിൻസിപ്പൾസിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം. പിന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ചോദ്യം, വിശ്വാസ കാര്യങ്ങളിൽ അവസാന തീരുമാനം എടുക്കേണ്ടത് കോടതിയാണോ വിശ്വാസ സമൂഹമാണോ എന്നുള്ളതാണ്. കോടതിക്ക് ഒരിക്കലും ഒരു വിശ്വാസ കാര്യത്തിൽ തീരുമാനം എടുക്കാൻ പറ്റില്ല. കാരണം കോടതിയുടെ തീരുമാനം അല്ലെങ്കിൽ ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത് എപ്പോഴും വസ്തുതകൾക്കും തെളിവുകൾക്കും അടിസ്ഥാനമാണ്. കോടതിയുടെ മുന്നിൽ വരുന്ന വസ്തുത മാറിയാലോ, കോടതിയുടെ മുന്നിൽ എത്തിയിട്ടുള്ള തെളിവ് മാറിയാലോ കോടതിയുടെ ജഡ്ജ്മെന്റ് മാറും. എന്നാൽ വിശ്വാസം എന്ന് പറയുന്നത് വസ്തുതയെയോ തെളിവിനെയോ ആശ്രയിച്ച് നിൽക്കുന്നതല്ല. ഒരു തെളിവും ഇല്ലാത്തടത്തും ഒരു വിശ്വാസിക്ക് അവനവന്റെ ഉള്ളിൽ തോന്നുന്ന ആത്മനിഷ്ഠമായിട്ടുള്ള ഒരു അനുഭൂതിയുടെ അടിസ്ഥാനത്തിൽ, അവന് അനുഭവവേദ്യമാകുന്ന ഒരു അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരാൾ സ്വീകരിക്കുന്ന ഒരു നിലപാടാണ്. ഒരിക്കലും ഒരു വിശ്വാസത്തിന് നമുക്ക് തെളിവ് നിരത്താൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ അത് യുക്തി കൊണ്ടല്ല വ്യവഹരിക്കപ്പെടുന്നത്, ഭക്തി കൊണ്ടാണ്. അങ്ങനെ ഭക്തി കൊണ്ട് വ്യവഹരിക്കപ്പെടുന്ന ഒരു സംവിധാനത്തെ നമുക്ക് യുക്തി കൊണ്ട് പരിശോധന നടത്തിയിട്ട് ഇത് ശരി അത് തെറ്റ് എന്ന് വേർതിരിക്കാൻ പറ്റും. കോടതികൾക്ക് എത്രത്തോളം വിശ്വാസ കാര്യങ്ങളിൽ ഇടപെടാൻ സാധിക്കും തുടങ്ങിയിട്ടുള്ള ഏറ്റവും മൗലികമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ആദ്യം തീരുമാനം ഉണ്ടാവേണ്ടതുണ്ട്. എന്നിട്ട് ഇതെല്ലാം കോടതിക്ക് അനുകൂലമായി തീരുമാനിച്ചാൽ കോടതികൾക്ക് വിശ്വാസ കാര്യങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ തന്നെ ഒരു നിലനിൽക്കുന്ന നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഒരു ആചാരത്തെ പരിഷ്കരിക്കാൻ വരെ തീരുമാനിക്കാം. ഒരു പ്രാക്ടീസ് ഒരു മതവിശ്വാസത്തിന്റെ എസെൻഷ്യൽ പ്രാക്ടീസ് ആണോ അല്ലയോ എന്ന് തീരുമാനിക്കാം. എന്നൊക്കെ വന്നാൽ മാത്രമേ ഈ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട പുനഃപരിശോധനാ ഹർജികളിൽ രണ്ടാമത് ഈ കോടതിക്ക് വിധി പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടൊരു വലിയ പ്രൊസീജിയർ നടക്കാനുണ്ട്. ആ പ്രൊസീജിയറിന്റെ അവസാനം ഈ കാര്യങ്ങളെല്ലാം കോടതിയെ ബോധ്യപ്പെടുത്താൻ പറ്റുമെന്ന് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും ഉറച്ച വിശ്വാസമുള്ളത്. അതിനനുസൃതമായിട്ടുള്ള എല്ലാ നടപടിക്രമങ്ങളും നമ്മൾ ഇതിനോടകം തന്നെ പൂർത്തീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. റൈറ്റ്, സമയം അതിക്രമിക്കുന്നു. ഒരു കാര്യം കൂടി, അങ്ങേ ഒരു കാര്യം ഓർമ്മിപ്പിക്കാൻ. ഇപ്പോൾ അങ്ങ് നേരത്തെ പറഞ്ഞു കണ്ണും പൂട്ടി ഇവർ പോയി എതിർത്തു എന്ന്. പക്ഷേ
ഒരുപാട് പുരോഗമനം ഉണ്ടായിട്ടുണ്ട് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്. കാര്യം EMSന്റെ കാലത്ത് ഒരു 10-30 വർഷം എടുക്കുമായിരുന്നു തെറ്റ് തിരിച്ചറിഞ്ഞ് തിരുത്താൻ. ഇപ്പോൾ ഒരു 3-4 വർഷം കൊണ്ടൊക്കെ അത് സാധിക്കുന്നു എന്നുള്ളത് നമ്മൾ കാണാതെ പോകരുത്, ആ നന്മ. ഇനി ഒരു കാര്യം കൂടി, ഹൈപ്പോത്തറ്റിക്കൽ പറയൂ, അങ്ങെന്തോ പറയാൻ വന്നു. അല്ല, തെറ്റ് തിരിച്ചറിയാൻ ഇവർക്ക് ഇപ്പോഴും അങ്ങനെ ഒരു സംവിധാനം ഉള്ളത് കൊണ്ടൊന്നുമല്ല, ഇത് ആൾക്കാർ തിരിച്ചറിയിപ്പിച്ചതാണ്. തലയ്ക്ക് മേടിക്കൊണ്ട് അയ്യപ്പസ്വാമി ഇങ്ങനെ തലയ്ക്ക് മേടിക്കൊണ്ട് ഇതിപ്പോ വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് തന്നെ, അല്ലാണ്ട് ഇവര് സത്യസന്ധമായിട്ട് ഈ തെറ്റ് തിരിച്ചറിഞ്ഞിട്ട് തിരുത്താനുള്ള ശ്രമമാണോ? ഒന്നുമല്ല. ഇതിപ്പോ ഇലക്ഷൻ വന്നുകൊണ്ട് ഇപ്പൊ ഇങ്ങനെ ഒരു നിലപാടെടുക്കാൻ നിർബന്ധിതരായി പോയത് മാത്രമേ ഉള്ളൂ. ശരി, ഇനി ഒരു കാര്യം, ഹൈപ്പോത്തറ്റിക്കൽ എന്ന് തോന്നാമെങ്കിൽ ഇതിനൊപ്പം തന്നെ പരിഗണിക്കുന്ന മറ്റു ചില വിഷയങ്ങൾ, അന്യമതസ്ഥരെ വിവാഹം കഴിച്ച പാഴ്സി സ്ത്രീകളുടെ ദേവാലയ പ്രവേശനം. ഒന്ന്, ഷിയ മുസ്ലിങ്ങളുടെ ദാവൂദി ബോറ സമുദായത്തിലെ ചേലാകർമ്മം നിരോധിക്കണമെന്ന ഹർജി. 3, മുസ്ലിം സ്ത്രീകൾക്ക് പള്ളികളിലും ദർഗകളിലും പ്രവേശനം അനുവദിക്കണം എന്ന ഹർജി. ഇതിൽ ആദ്യത്തെ 2 ഇവിടെ ഷിയ ഇല്ല എന്ന്, ഇവിടെ പാഴ്സി ഇല്ല എന്ന് പറഞ്ഞ് തലയൂരാമെങ്കിലും അവസാനത്തെ ആ ഹർജിയിൽ മുസ്ലിം സ്ത്രീകൾക്ക് ദർഗകളിലും പള്ളികളിലും പ്രവേശനം അനുവദിക്കണം എന്നുള്ളൊരു ഹർജിയിൽ നിലപാട് ചോദിച്ചാൽ എന്തായിരിക്കും ഇപ്പോൾ ഭരിക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെ, ഒപ്പം തന്നെ പ്രതിപക്ഷത്തിരുന്ന് ഇത് മുതലെടുക്കാൻ ശ്രമിക്കുന്ന കോൺഗ്രസ് ലെഡ് UDFൻ്റെയും നിലപാട്? അവിടെ അവധാനതയുടെ ഒരു സാഹചര്യം ഉണ്ടാവില്ല. അല്ല, ആ കാര്യത്തിലൊക്കെ ഒരിക്കലും ആ വിശ്വാസി സമൂഹത്തിന് അനുകൂലമായിട്ടുള്ള നിലപാട് വിരിച്ച് ഒറ്റ കാര്യം ഞാൻ പറയാം. ഇപ്പൊ ഇതേ സുപ്രീം കോടതിയുടെ വിധിയായിരുന്നല്ലോ മറ്റേ പറവൂർ പള്ളിയിലുള്ള 2 വിശ്വാസി സമൂഹങ്ങൾ, ഓർത്തഡോക്സും യാക്കോബായക്കാരും തമ്മിൽ സംഘടന നടക്കുന്ന ഒരു പള്ളിയുണ്ട്. ആ പള്ളിയുടെ അവകാശവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി ഒരു വിധി പറഞ്ഞു. ആ വിധി നടപ്പാക്കാൻ സംസ്ഥാന സർക്കാർ കൂടുതൽ സമയം വേണമെന്ന് പറഞ്ഞു. അവസാനം അതിൽ അനുകൂലമായിട്ടുള്ള വിധി കിട്ടിയിട്ടുള്ള സമൂഹം സുപ്രീം കോടതിയിൽ പോയിട്ട് കോടതി അലക്ഷ്യത്തിന് ഹർജി കൊടുത്തു. അതായത് ഇവര് സുപ്രീം കോടതിയിലെ വിധി ഉണ്ടായിട്ടും ആ വിധി നടപ്പാക്കുന്നില്ല, ഇത് കോടതി വിധിയുടെ അലക്ഷ്യമാണ്, കോടതി അനാദരിക്കലാണ് എന്ന് പറഞ്ഞു. കോടതി കർശനമായിട്ട് ഒരു ടൈം ലൈൻ ഫിക്സ് ചെയ്തപ്പോൾ സർക്കാർ പറഞ്ഞത് അങ്ങനെ വിശ്വാസി സമൂഹങ്ങളുടെ കാര്യത്തിൽ ഡേറ്റ് നിശ്ചയിച്ചുകൊണ്ട് ഏകപക്ഷീയമായിട്ട് തീരുമാനം എടുക്കാൻ പറ്റില്ല, അവർക്കിടയിൽ ഒരു സമവായം ഉണ്ടാക്കാൻ, സമന്വയം ഉണ്ടാക്കാനുള്ള പരിശ്രമമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഓർത്തഡോക്സുകാരുടെ യാക്കോബായക്കാരുടെ കാര്യത്തിൽ ഈ വിവേകം കേരള സർക്കാർ ഉണ്ടായിരുന്നു. എന്നാൽ ഇതേ കാര്യം ശബരിമല യുവതീ പ്രവേശനത്തിന്റെ പ്രശ്നം വന്നപ്പോൾ ഉണ്ടായില്ല. ഏകപക്ഷീയമായിട്ട് ആ വിധി നടപ്പാക്കിയിട്ട് ഞങ്ങൾ നവോത്ഥാന നായകനാണ് എന്ന ബാഡ്ജ് മേടിക്കാനാണ് ഇവർ ശ്രമിച്ചത്, അല്ലാണ്ട് സമവായം ഉണ്ടാക്കാനോ സമന്വയം ഉണ്ടാക്കാനോ ശ്രമിച്ചിട്ടില്ല. പക്ഷെ സുപ്രീം കോടതിയുടെ ഈ ബ്രാക്കറ്റിംഗ് ഉണ്ടല്ലോ, ഈ പറയുന്ന ബോക്സിങ്, ഇതിലെനിക്ക് വിയോജിപ്പുണ്ട്. കാരണം എന്താ വെച്ചാൽ സുപ്രീം കോടതി ശബരിമല വിഷയത്തെ എങ്ങനെ കാണുന്നു എന്നത് നമുക്ക് മനസ്സിലാക്കാവുന്നത് അതിന്റെ കാറ്റഗറി കൊണ്ടാണ്. ഇപ്പൊ പാഴ്സി സ്ത്രീകൾക്ക് സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട കാര്യം, അല്ലെങ്കിൽ മുസ്ലിം സ്ത്രീകൾക്ക് എന്താ പറയാ അവരുടെ ആരാധനാ സ്വാതന്ത്ര്യം, അവരുടെ സ്വത്തവകാശം, ഇതെല്ലാം ആ മതത്തിനുള്ളിൽ നിൽക്കുന്ന സോഷ്യൽ ഇൻജസ്റ്റിസുകളാണ്, ആ മതത്തിനുള്ളിൽ നിൽക്കുന്ന ജെൻഡർ ഇൻജസ്റ്റിസുകളാണ്, ലിംഗവിവേചനത്തിന്റെ പ്രശ്നമാണ്. ഇതിനോട് താരതമ്യം ചെയ്യാവുന്നതോ ഇതിനോടൊപ്പം കൂട്ടിക്കെട്ടാവുന്നതോ ആയിട്ടുള്ള ഒരു പ്രശ്നമല്ല ശബരിമലയിലെ യുവതീ പ്രവേശനം. നോക്കൂ, മുസ്ലിം സ്ത്രീകൾക്ക് ഏതെങ്കിലും ഒരു പള്ളിയിൽ പ്രവേശിക്കാനല്ല വിലക്കുള്ളത്, ഒരു പള്ളിയിലും പ്രവേശിക്കാനാണ് അനുവാദം ഇല്ലാത്തത്. ഏതെങ്കിലും പള്ളിയിലല്ല, ഒരു പള്ളിയിലും അവർക്ക് പ്രവേശിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ഒരു എന്താ പറയാ, അന്യമതസ്ഥനായിട്ടുള്ള പുരുഷനെ കഴിച്ചാൽ സ്വത്ത് നഷ്ടപ്പെടുമോ എന്നുള്ള പ്രശ്നമുള്ളത് ഏതെങ്കിലും ഒരു സ്ത്രീക്കോ ഏതെങ്കിലും ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയിലെ സ്ത്രീക്കോ അല്ല, ആ മതത്തിൽപ്പെടുന്ന മുഴുവൻ സ്ത്രീകൾക്കുമാണ്. അതല്ലെങ്കിൽ ഈ പറയുന്ന ആൻസിസ്ട്രൽ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിവേചനം ഉള്ളത് ഏതെങ്കിലും ഒരു സ്ത്രീക്കല്ല, എല്ലാവർക്കുമാണ്. ഇവിടെ അങ്ങനെയല്ല ഉള്ളത്. ഇവിടെ ഹിന്ദു സ്ത്രീകൾക്ക് ക്ഷേത്ര പ്രവേശനത്തിന് ഒരു വിലക്കുമില്ല. ഇന്ത്യയിൽ എത്രത്തോളം ഹിന്ദു ക്ഷേത്രങ്ങളുണ്ടോ ഈ ക്ഷേത്രങ്ങളിലെല്ലാം ഈ സ്ത്രീകൾക്ക് പ്രവേശനമുണ്ട്. ശബരിമല ക്ഷേത്രത്തിൽ പോലും സ്ത്രീകൾക്ക് പ്രവേശനത്തിന് വിലക്കില്ല. അവിടെ 10 വയസ്സിന് താഴെയുള്ള സ്ത്രീകൾക്കും 50 വയസ്സിന് മേലെയുള്ള സ്ത്രീകൾക്കും പ്രവേശനത്തിന് സാധ്യതയുണ്ട്. അവിടെ ആകെയുള്ള ഒരു നിയന്ത്രണം എന്ന് പറയുന്നത് ഒരു പ്രത്യേക പ്രായപരിധിയിലുള്ള സ്ത്രീകൾക്ക് മാത്രമാണ്. 10 വയസ്സിനും 50 വയസ്സിനും ഇടയ്ക്കുള്ള സ്ത്രീകൾക്കാണ്. ആ വിവേചനം അപ്പോ ലിംഗത്തിന്റെ അടിസ്ഥാനത്തിലല്ല, പ്രായത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ദ റെസ്ട്രിക്ഷൻ ഈസ് നോട്ട് ബേസ്ഡ് ഓൺ ജെൻഡർ ബട്ട് ഓൺ ഏജ് എന്നുള്ളതാണ്. അപ്പോൾ അതൊരു ക്ഷേത്രത്തിന്റെ കസ്റ്റമിനനുസരിച്ച് ഉണ്ടാക്കിയുള്ള ഒരു പ്രത്യേക നിയന്ത്രണം മാത്രമാണ്, അത് വിവേചനമല്ല. സൈദി ബഗൈർ അന്ന് കോടതിയിൽ പറഞ്ഞ പോലെ എവറി റെസ്ട്രിക്ഷൻ ഈസ് നോട്ട് എ ഡിസ്ക്രിമിനേഷൻ. എല്ലാ തരത്തിലുള്ള നിയന്ത്രണങ്ങളും വിവേചനങ്ങളല്ല. നിങ്ങൾക്കൊരു കുറവുണ്ട് എന്ന് കരുതി നിങ്ങളെ മാറ്റി നിർത്തുമ്പോഴാണ് അത് വിവേചനം. എനിക്കൊരു പ്രത്യേകത ഉണ്ടെന്നതിന്റെ പേരിൽ ഞാൻ സ്വയമേവ മാറി നിൽക്കുന്നത് വിവേചനമല്ല, അതിന്റെ വ്യതിരിക്തതയാണ്. അയ്യപ്പസ്വാമി സ്ത്രീകൾക്ക് ഒരു കുഴപ്പമുണ്ട്, സ്ത്രീകൾ പോരാത്തവരാന്ന് പറഞ്ഞിട്ട് അവരെ മാറ്റി നിർത്തിക്കുകയല്ല, താൻ ഏറ്റെടുത്തിട്ടുള്ള ബ്രഹ്മചര്യമാകുന്ന വ്രതത്തിന്റെ പ്രാധാന്യം കൊണ്ട് യുവതീ സമ്പർക്കം ഇല്ലാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ചെയ്യുന്നത്. യുവതികളോടുള്ള ഒരു വിദ്വേഷം കൊണ്ടല്ല, അവനവനെ ഏറ്റെടുത്തിട്ടുള്ള വ്രതത്തിനോടുള്ള ആദരവാണ്. ഇതിനെ നമ്മൾ പ്രത്യേകമായി തന്നെ മനസ്സിലാക്കണം. ഇങ്ങനെയല്ല ഒരു കമ്മ്യൂണിറ്റിക്കെതിരെ പൊതുവായിട്ടുള്ള വിവേചനപരമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നത്. ഒരു സ്ത്രീ ഒരു സമൂഹത്തിന് മുഴുവൻ അവരുടെ ജെൻഡർ കൊണ്ട് മാത്രം ആരാധനാലയത്തിൽ കയറാൻ പാടില്ല എന്ന് പറഞ്ഞ് വിവേചനം കൊണ്ടുവന്നാൽ അത് തീർച്ചയായിട്ടും ലിംഗവിവേചനമാണ്.
അത് ശബരിമലയിൽ നിലനിൽക്കുന്ന നിയന്ത്രണം പോലത്തെ ഒരു സംഭവമല്ല. അതല്ലെങ്കിൽ ഒരു അന്യപുരുഷനെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വത്തവകാശം ഉണ്ടാവില്ല എന്ന് പറയുന്നത് ആ സ്ത്രീയുടെ ചോയ്സിനെ റെസ്ട്രിക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു ഉപാധിയാണ്. ആ സ്ത്രീ ഇന്ന മതത്തിൽ നിന്ന് മാത്രമേ കല്യാണം കഴിക്കുള്ളൂ, അല്ലെങ്കിൽ അവൾക്ക് വലിയ നഷ്ടം ഉണ്ടാവും എന്നതിന്റെ പേരിൽ അവളുടെ സ്വന്തം ഇഷ്ടം റെസ്ട്രിക്ട് ചെയ്യാൻ അവൾ നിർബന്ധിത. അങ്ങനെ അവളുടെ ചോയ്സിനെ, ആരെ കല്യാണം കഴിക്കണം, ആരുടെ കൂടെ ജീവിക്കണം എന്നുള്ള അവരുടെ സ്വാതന്ത്ര്യത്തിന്, അവരുടെ തെരഞ്ഞെടുപ്പിനെ റെസ്ട്രിക്ട് ചെയ്യാനുള്ള ഒരു പദ്ധതിയാണ്. ഇതെല്ലാം ജെൻഡർ ഇൻജസ്റ്റിസുകളാണ്, ഇതെല്ലാം ലിംഗപരമായിട്ടുള്ള വിവേചനങ്ങളാണ്. അങ്ങനെ വിവേചനത്തിന്റെ ബോക്സിൽ പെടുത്തിയിട്ട് എല്ലാ മതത്തിലെയും കുറെ വിവേചനങ്ങൾ ഞങ്ങൾ പരിഷ്കരിച്ചു എന്നൊരു സമാധാനത്തിന് സുപ്രീം കോടതി ശ്രമിക്കുകയാണെങ്കിൽ എനിക്ക് 100% എന്നോട് വിയോജിപ്പുണ്ട്. ഇത് ശബരിമലയിൽ നിലനിൽക്കുന്ന യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രശ്നം ഇസ്ലാം സമൂഹത്തിലോ ഈ പറയുന്ന പാഴ്സി സമൂഹത്തിലോ സിഖ് സമൂഹത്തിലോ ഒക്കെ നിലനിൽക്കുന്ന സ്ത്രീവിരുദ്ധമായിട്ടുള്ള ആചരണങ്ങളോട് ചേർത്ത് നിൽത്താവുന്ന ഹിന്ദുധർമ്മത്തിലെ ഒരു അനാചാരമല്ല. ഇതൊരു ക്ഷേത്രത്തിന്റെ പ്രത്യേകമായിട്ടുള്ള വിശ്വാസം മാത്രമാണ്. ശരി, ശ്യാംജി എത്ര ക്ലാരിറ്റിയോട് കൂടി കാര്യം പറഞ്ഞപ്പോ എനിക്കൊരു കാര്യത്തിനും കൂടി മറുപടി പറയാണ്ട് ഈ കൂട്ടത്തില്. ബാബു ശ്രീവാർ പറയുന്നത് ശ്യാംജി ഒന്നും പറയുന്നില്ല എന്ന്. ശ്യാംജി ഒന്നും പറയാത്തതല്ല, ഞാൻ ചാൻസ് കൊടുക്കാഞ്ഞിട്ടാണ്. കാര്യം ശംഖുവിനെ പോലെ ഒരു രസികനെ രാവിലെ കിട്ടിയപ്പോൾ ആവേശത്തോടു കൂടി ഞാൻ അവിടെ നിൽക്ക് ശ്യാമി എന്ന് പറഞ്ഞിട്ട് ചോദിച്ചാണ് ശ്യാംജി ഇനി പറയും. എന്തായാലും അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ് രാവിലെ ഔദ്യോഗിക തിരക്കുകൾക്കിടയിൽ ഇത്രയധികം സമയം ജനം ടി വിക്ക് വേണ്ടി, പ്രേക്ഷകർക്ക് വേണ്ടി ചെലവഴിച്ചതിന് വളരെയധികം നന്ദി. നമുക്ക് ഒരുപാട് അതൊരുപാട് നന്ദി പ്രത്യേകിച്ച് ജനം ടി വിക്ക് പറയാനുണ്ട്. കാരണം അന്ന് 2019 നവംബർ 14 ശങ്കുവേട്ട എല്ലാവരും അന്ന് ഈ പെരുമൺ വക്കീലൊക്കെ ആരൊക്കെയല്ലേ, പെരുമന വക്കീൽ, അവരെല്ലാം എന്തൊക്കെയോ വലിയ നെറേറ്റീവുകളൊക്കെ കൊണ്ടുവന്ന സമയത്ത് ശങ്കുവേട്ടൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പോഴും ജനം ടി വിയിൽ ഓരോ റിപ്പോർട്ടർമാരും ആ ഫേസ്ബുക്ക് പോസ്റ്റ് വെച്ചാണ് അഭിമാനത്തോടു കൂടി ഭക്തരുടെ നിലപാട് വിളിച്ചു പറഞ്ഞത്. അതിനൊരു സ്പെഷ്യൽ താങ്ക്സ് കൂടി ശങ്കുവേട്ട. എല്ലാവരും അയ്യപ്പൻ അനുഗ്രഹിക്കട്ടെ. സ്വാമി ശരണം.